നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനന അനുഭവത്തെ കുറിച്ചാണ് സംസാരിച്ച് കൊണ്ടിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു യേശു ക്രിസ്തു നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ജീവൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. 3-ാം അധ്യായത്തില് നമ്മൾ വരുമ്പോൾ ഈ വീണ്ടും ജനനം എങ്ങനെ സാധിക്കുന്നു, ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് എന്നുള്ള പ്രയോഗം, കർത്താവ് എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞത്, ഈ വെള്ളം എന്താണ്, ഈ രക്ഷാകരമായ കാര്യം പറയുമ്പോൾ ജലം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് ത്രൂ ഔട്ട് ദ ബൈബിൾ വി സീ water as a component in our salvation. What's that water? Okay. അപ്പോൾ ഇവിടെ സംസാരിച്ച് വരുമ്പോൾ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടരുത്. ജഡത്താൽ ജനിച്ച എല്ലാം ജഡമാണ്, ആത്മാവിനാൽ ജനിച്ച ആത്മാവാണ്. അതുകൊണ്ട് നീ ജഡത്തിൽ ജനിച്ചിട്ടുണ്ട്, പക്ഷെ അത് പോരാ, ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയാൻ, അങ്ങനെ ഞാൻ പറയുന്നത് നീ സംശയിക്കണ്ട. കാരണം ഈ ആത്മാവിൽ നിന്ന് ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് കാറ്റ് വീശുന്ന പോലെയാണ്. ആത്മാവിൽ ജനിച്ചവർ എങ്ങനെയാണ്? കാറ്റ് വീശുന്ന പോലെയാണ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് പോകും. ഓക്കെ, അത് എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വിശ്വാസി. ആത്മാവുള്ളവൻ, ആത്മാവിൽ ജീവനുള്ളവൻ കാറ്റ് പോലെയാണ്. എന്താണ് അതിനർത്ഥം? ആ മനുഷ്യൻ എന്ത് ചിന്തിക്കുമെന്നോ എങ്ങോട്ട് പോകുമെന്നോ അടുത്ത് എന്തായിരിക്കുമെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഹീസ് നോട്ട് ലിവിങ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ഒരു സിസ്റ്റം അനുസരിച്ചല്ല ആത്മാവിലുള്ള ആൾ പോകുന്നത്. അപ്പോൾ അവൻ എന്തായിരിക്കും സംസാരിക്കുന്നതെന്നോ എങ്ങനെ ജീവിക്കുമെന്നോ നാളത്തെ അവസ്ഥ എന്തായിരിക്കുന്നോ ഇതൊന്നും ഇല്ല. എതിരെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നു. അത് അവിടെ എല്ലാം നമുക്ക് പോകാൻ പ്രയാസമില്ല. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് എനിവേർ ആസ് ദ വിൻഡ് ഗോസ്. അപ്പോൾ ഒരു ഭയങ്കര സ്വാതന്ത്ര്യമാണ്, ആത്മാവുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, വി ആർ നോട്ട് ബൗണ്ട് ബൈ റൂൾസ് ഓഫ് ദ എർത്ത് എന്നതിൻ്റെ അർത്ഥം. അതായത് ഭൂമിയിലുള്ള ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, ഉയരത്തിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ നീതിയാണ് അവനെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചില സമയത്ത് ആത്മാവ് എങ്ങനെ അവനെ കൊണ്ടുപോകുന്നോ, കാറ്റ് എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അതുപോലെ ആയിരിക്കും. അപ്പോൾ ഇറ്റ്സ് നോട്ട് പ്രെഡിക്റ്റബിൾ ഹൗ എ സ്പിരിച്വൽ മാൻ വുഡ് ബിഹേവ്. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ പറയുന്നത് ആത്മീകനെ ആരും വിവേചിക്കുന്നില്ല. അവന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഓക്കെ, എന്തുകൊണ്ടാണ് അവൻ സ്വത്ത് വേണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ വീട് വെക്കുന്നില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആളുകളുടെ ബഹുമാനം വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില മീറ്റിംഗ്സിന് വരുന്നില്ല, ചിലപ്പം ക്യാഷ് കിട്ടുന്ന മീറ്റിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് റിഫ്യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചിലപ്പോൾ അവൻ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? വി ഡോണ്ട് നോ, ബിക്കോസ് ഹീ ഈസ് ലിവിങ് അക്കോർഡിംഗ് ടു അനദർ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അത് ഈ ലോകത്തിന്റെ പ്രിൻസിപ്പിൾ അല്ല. അതൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കാറ്റ് പോകുന്ന പോലെയാണ്. ഇറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ എനി ഫ്ലഷ്. അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ചാണ് നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിക്കോദെമോസിന് ഭയങ്കര കൊതി വന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നമുക്ക് ഇത്രയും കെട്ടുപാടുകളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ അത്ര ഫ്രീ ആവുമോ? വിൻഡ് പോലെ എവിടെ വേണമെങ്കിലും പോകാവുന്ന രീതിയിൽ ഫ്രീ ആവുമോ? അങ്ങനെ ആകാൻ പറ്റുമോ? അപ്പൊ നിക്കോദെമോസ് പറയാണ്, നിനക്കിതൊന്നും അറിയാൻ മേലല്ലേ? നീ എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളെ? നിങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ ടീച്ചറായിട്ട് ഇതൊന്നും അറിയത്തില്ലേ? ടീച്ചർമാര് അറിഞ്ഞിരിക്കേണ്ട എസെൻഷ്യൽ സിലബസിന്റെ ഭാഗമല്ലേ അത്? നിനക്ക് എന്താ പറയാൻ പറ്റാത്തത്? അപ്പോഴാണ് നമ്മൾ എസെക്കിയേലിന്റെ പുസ്തകത്തിലേക്ക് പോകുന്നത്. അത് 36-ാം അധ്യായത്തിൽ വെള്ളം, നിർമ്മല ജലം നമ്മുടെ മേൽ തളിക്കപ്പെടുമെന്നും നമ്മൾ നിർമ്മലരായി തീരുമെന്നും. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നാണ് ആ ടീച്ചിങ് നമുക്കറിയാം. നിർമ്മലരാക്കപ്പെടുമെന്നും പഴയ ഹൃദയം നമ്മളിൽ നിന്ന് നീക്കി പുതിയതൊന്ന് ആത്മാവിനാൽ സ്ഥാപിക്കുമെന്നുമുള്ള ദൈവത്തിന്റെ പ്രോമിസാണ് ഇവിടെ കർത്താവ് എടുത്തു പറയുന്നത്. അപ്പൊ ശരിക്കും നിക്കോദെമോസ് അത് ഓർത്തിരിക്കണമായിരുന്നു.
അതായിരുന്നു പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇങ്ങനൊരു വാക്യം ഉള്ളത് പുള്ളി ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വെള്ളം ആത്മാവെന്ന് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇത് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുന്നത്. ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ ദെയർ. ഇറ്റ്സ് അബൌട്ട് ഗോഡ് ക്ലെൻസിങ് us ആൻഡ് ഗിവിങ് ഹിസ് സ്പിരിറ്റ് ഇൻ us. കർത്താവ് നമ്മെ തളിക്കുന്നതാണ്. നമ്മൾ പോയി വെള്ളത്തിൽ മുങ്ങുന്ന സ്നാനമല്ല, നമ്മെ കർത്താവ് ഉയരത്തിൽ തളിക്കുന്ന വാഷിംഗ് ഓഫ് റീജനറേഷൻ. നമ്മൾ തിത്തോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതേ ഭാഗം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ബൈബിളിൽ ത്രൂ ഔട്ട് നമുക്ക് ഈ വെള്ളവും ആത്മാവും കാണാം. തിത്തോസിന്റെ ലേഖനം നമ്മൾ ഇന്നലെ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ബട്ട് ലെറ്റ്സ് റീഡ് ദാറ്റ് വൺസ് അഗെയിൻ. തിത്തോസിന്റെ 3:4, 5, 6 വാക്യങ്ങൾ. 6-ാം വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട്. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. സ്നാനം എന്നല്ല, വാഷിംഗ് ആണ്. വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ് ട്രാൻസ്ലേഷൻ. വാഷിംഗ് ഓഫ് റീജനറേഷൻ, അതായത് പുതുതായി ജനിക്കുന്നതിന്റെ കഴുകൽ. ആ കഴുകലും അതിന്റെ കൂടെ എന്തുണ്ടാ, വെള്ളത്തിന്റെ കൂടെ വേറെ എന്തും കൂടെ ഉണ്ട്, വാഷിംഗ് ഓഫ് റീജനറേഷൻ. ആൻഡ് 7-ാം വാക്യം, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ, വെള്ളവും ആത്മാവും. ഒന്ന് വാഷിംഗ് ഓഫ് റീജനറേഷൻ, നമ്മുടെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലെൻസിങ് വർക്കാണ്. മറ്റേത് വീണ്ടും ജനിപ്പിക്കുന്നതിനുള്ള വർക്കല്ല, വീണ്ടും ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാവിന്റെ പണിയാണ്, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനമാണ്. അപ്പൊ ശരിക്കും ഒരു ക്ലെൻസിങ് വർക്ക് ആൻഡ് റീജനറേറ്റിംഗ് വർക്ക് കർത്താവ് നമ്മൾ ചെയ്തുകൊണ്ടാണ് വെള്ളത്താലുള്ളൊരു പണി, ആത്മാവിനാലുള്ള റിന്യൂവൽ. ആ റിന്യൂവൽ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഇതാണ് എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പുതിയൊരു ആത്മാവിനെ, പഴയതിനെ നീക്കി പുതിയതാക്കും, ന്യൂ ആക്കി മാറ്റും. ഓക്കെ, ആത്മാവിനെ തന്നിട്ട് പുതിയൊരു ജീവൻ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും. വീണ്ടും ജനനം എന്ന് പറയുന്നത് പഴയ തത്വങ്ങൾ അനുസരിച്ചുള്ള ജീവിതത്തോട് മരിച്ചിട്ട് ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആ ഒരു പുതിയ ജീവൻ ആത്മാവിൽ പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും നിത്യജീവൻ എന്ന് പറയുന്നത്. അതൊരു പുതിയ ജീവനാണ്, അത് പുത്രന്റെ ജീവനാണ്. അത് ഈ ലോകത്തിന്റെ തത്വങ്ങൾ അനുസരിച്ചുള്ളതല്ല, ആത്മാവിന്റെ വെളിപ്പാടുകൾ അനുസരിച്ചുള്ളതാണ്. അങ്ങനെ ആത്മാവിനെ സ്വീകരിച്ച ഒരാള് എങ്ങോട്ട് പോകുന്നുവെന്നോ എന്താണ് ചിന്തിക്കുന്നതെന്നോ നമുക്ക് അറിയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഹി ഈസ് കൺട്രോൾഡ് ബൈ ദ ന്യൂ ലൈഫ് ആൻഡ് ദ ന്യൂ ലൈഫ് ദാറ്റ് ഹി ഗോട്ട് ഫ്രം ദ സ്പിരിറ്റ്. ആത്മാവിനാൽ അവൻ ലഭിച്ച പുതിയ ജീവനിൽ നിന്നാണ് അവനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ്. അപ്പൊ പഴയ മനുഷ്യൻ ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു ലോക്കാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, അവൻ അവിടെ കൂടുകൂട്ടി, അവനൊരു സെക്യൂരിറ്റി ഉണ്ടാക്കി, അതായത് എന്താ പറയുന്നത്, ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി, അതിനകത്താണ് അവൻ്റെ താമസം. അവൻ്റെ വർഷിപ്പും അങ്ങനെയാണ്. ലോക്കലൈസ്ഡ് ആണ്, കൾട്ടിക്കാണ്. അതായത് ഇന്ന ചടങ്ങുകളിലൂടെയാണ് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. അവന് ചില പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിലേ, ചില പ്രത്യേക സ്ഥലത്ത് ഇരുന്നെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഓക്കെ, ചില പ്രത്യേക പൊസിഷനിൽ ഇരുന്നാലേ പ്രാർത്ഥിക്കാൻ പറ്റും. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ബോഡി ഡിസിപ്ലിനിങ് ആവശ്യമാണ്, നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം ആവശ്യമാണ്. അതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു. ഞായറാഴ്ച കൂട്ടായ്മ കൂടാൻ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സൂമിലും ഒക്കെ ഇപ്പോൾ കൂടുന്നത്. അങ്ങനെ പോരാ, നമുക്ക് നേരിട്ട് കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സഹോദരങ്ങൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണം, ഒന്നിച്ച് അപ്പം നുറുക്കണം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്നിച്ച് അപ്പം നുറുക്കിയിട്ട് ഇപ്പം എത്രയോ നാളുകളായി. ആ ഒരു അപ്പം നുറുക്കലിന് പങ്കാളിയാകാൻ പറ്റാത്തതിൻ്റെ വിഷമം കാര്യമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാറ്റുപോലെ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് അല്ലാത്ത, ഹാബിറ്റിനാലല്ലാത്ത ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ള ആള് ഒരു ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി, ക്ഷീണിച്ച് എഴുന്നേറ്റപ്പോൾ 6:30 അപ്പോൾ ഈ പാവം സഹോദരൻ ചിന്തിക്കുകയാണ്, ഇന്നത്തെ കാലത്ത് സഹോദരന്മാരവരങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ സഹോദരിമാർക്ക് കൊടുത്തേക്കുവാ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് മുഴുവൻ അങ്ങനെയാട്ടോ, എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്.
പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലാണ് ശരിക്കും പുരുഷന്മാർക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ബാക്കി ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്ന അവരുടെ ഭാര്യമാര് വ്രതമൊക്കെ എടുത്ത് പോയി അമ്പലത്തിൽ പോയി പൂജ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടാനുള്ള പൂജ അവർ ഒപ്പിച്ചിട്ട് വരത്തില്ല. അത് അവിടുത്തെ പെണ്ണുങ്ങളുടെ പണിയാണ് ഈ റിലീജിയൻ എന്ന് പറയുന്നത്. ആണുങ്ങൾ അത്രയൊന്നും ഇന്റർഫിയർ ചെയ്യാറില്ല. ആണുങ്ങളുടെ വലിയ വലിയ ഗൗരവമുള്ള ആൾക്കാർ, ദൈവത്തിനൊന്നും അവരങ്ങനെ മെയിൻ ചെയ്യാറില്ല. അതാണ് സാധാരണ മതങ്ങളിലെല്ലാം ഉള്ളത്. ഇസ്ലാം അങ്ങനെയല്ല കേട്ടോ. മറ്റേ പാഗൻ റിലീജിയൻസ്, മറ്റ് റിലീജിയൻസിലെല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുപോലൊരു സിസ്റ്റമാണ്. ഇപ്പൊ ഞങ്ങളുടെ ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ അവിടെ കാണാം, സഹോദരിമാർ മാത്രമേ സഭയിലുള്ളൂ. 500 പേരുള്ള സഭ എന്ന് പറഞ്ഞാൽ 450 സഹോദരിമാരായിരിക്കും. ഈ 50 സഹോദരന്മാരാണ് ഉള്ളത്. അവരിൽ പകുതിയും പാസ്റ്റർമാരായിരിക്കും. കാരണം അല്ലാത്തവർക്കൊന്നും സഭയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം ഇത് ഇങ്ങനൊരു കൾച്ചർ നമ്മൾ വളർന്നു വരുന്നുണ്ട്. ഇത് ഈ പുരുഷന്മാർ ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അപ്രസക്തരാകുന്ന ഒരു ജനറേഷനാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ ആൺപിള്ളേരും ശ്രദ്ധിച്ചോ, യു ആർ ഇൻ ഡേഞ്ചർ. കാരണം ഇന്ന് പഠിക്കുന്ന മുഴുവൻ പെൺപിള്ളേരെ, മാർക്ക് വാങ്ങിക്കുന്ന ജോലി മേടിക്കുന്ന പെൺപിള്ളേര്. ആൺപിള്ളേർ ഉഴപ്പുന്ന എവിടം വരെ ഉഴപ്പൊന്നും അറിയാതെ അപ്പനന്മാർക്ക് ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അവർ ഗെയിമും കളിച്ച് മൊബൈലിലും കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഈ ഇന്റർനാഷണൽ കാര്യങ്ങൾ അന്വേഷിച്ച്, ഫുട്ബോളിന്റെ കാര്യവും അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ അന്വേഷിച്ച് പഠിത്തത്തിൽ പകുതി ഉഴപ്പി, പകുതി കഷ്ടിയും മുഷ്ടിയും തട്ടിയും മുട്ടിയും ഒക്കെ കൂടി അപ്പോഴേക്കും പെൺപിള്ളേർ കുത്തി ഇരുന്ന് പഠിച്ച് മാർക്കും മേടിച്ച് റാങ്കും മേടിച്ച് ജോലിയും വാങ്ങിച്ച് അവസാനം ജോലി മുഴുവൻ അവർ കൊണ്ടുപോകും. ഇതിന് ഒരു 10-20 വർഷം കഴിയുമ്പം പത്രത്തിലൊക്കെ ഇങ്ങനെ പരസ്യം കാണും, കുഞ്ഞുങ്ങളെ നോക്കാൻ പരിശീലനമുള്ള അടുക്കളപ്പണി അറിയാവുന്ന പുരുഷന്മാരെ വിവാഹത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റ് എത്രയും പെട്ടെന്ന് കാണാം എന്ന് ഞാൻ എൻ്റെ ആൺകുട്ടികളായ മക്കളോട്, സഹോദരങ്ങളോട് മുന്നറിയിപ്പ് തരുന്നു. സൂക്ഷിച്ചോ, ഇവര് നിങ്ങളെ തന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു സിസ്റ്റം തിരിയുന്ന ഒരു സിസ്റ്റമിക് റിവേഴ്സൽ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ജെൻഡർ റിവേഴ്സൽ എന്ന് പറയും, ജെൻഡർ റോൾ റിവേഴ്സൽ. അത് സോഷ്യലി നടക്കുന്ന ഒരു ഫെനോമിനൻ ആണ്. നമ്മളുടെ ഇടയിൽ അത് വളരെ സ്ട്രോങ് ആണ് ഞാൻ വിചാരിക്കുന്നു. Girls are more emancipated now because they have more job opportunities like nursing and all. They earn money, and men don't. And men don't get jobs usually because these girls snatch all their jobs. Okay. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്പിരിച്വൽ മാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൈ ഹാബിറ്റ്. ഹാബിറ്റിനാൽ ജീവിക്കുന്ന ഒരു ജീവനല്ല ആത്മീക ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു സെറ്റ് പാറ്റേൺ ഇല്ല. അതിനൊരു എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ രാവിലെ ഈ പ്രാർത്ഥിക്കുന്ന നേരം പറഞ്ഞപ്പോഴല്ലേ ഡൈവേർട്ട് ആയിപ്പോയത്. ഓക്കെ, രാവിലെ അപ്പൊ ഒരു ദിവസം രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പം 6:30, 7:30 ഷീസ് ഫീലിംഗ് വെരി ഗിൽറ്റി. അതാണ് ഈ സഹോദരിമാരുടെ സ്പിരിച്വാലിറ്റിക്കകത്ത് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇന്ന സമയത്ത് ഇന്ന് നടന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാം. കാരണം ഇത് നേർച്ച ആ പോലെയാണ്, ഇത് ആ സമയത്ത് നടന്നേ പറ്റുള്ളൂ. അപ്പൊ ഓടിപ്പോയി ഒരു ബൈബിൾ എടുത്ത് വായിച്ച് പടപെടാമെന്ന് പ്രാർത്ഥിച്ചു. ആശ്വാസമായി, എൻ്റെ ദൈവം പോരാ, നാളെ 5:30 എഴുന്നിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ശരി, ഇന്നങ്ങ് ശരിയായില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അതോ നിങ്ങൾ ആത്മാവിൽ നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അറിയോ? രാവിലെ 5 മണിക്കും പ്രാർത്ഥിക്കും, ചിലപ്പോൾ 9 മണിക്ക് തോന്നും ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാം, ചിലപ്പോൾ 4 മണിക്ക് തോന്നും. കാരണം എപ്പോഴും ആത്മാവ് എപ്പോഴാണ് നമ്മോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുന്നത് നമുക്ക് അറിയത്തില്ല. കാറ്റ് പോലെയാണ്, അത് എവിടെ വീശും എങ്ങോട്ട് വീശുന്നൊന്നും അറിയത്തില്ല. രാവിലെ 5 മണിക്ക് പ്രാർത്ഥിച്ചല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സ്പിരിച്വൽ മാൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് നാച്ചുറലാണ്, അവൻ്റെ ലൈഫിൽ നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. പിടികിട്ടും. അപ്പൊ എപ്പോ വേണമെങ്കിലും ഈ ആത്മാവിനെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകാം, റൂമിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഈ ആത്മീകരുടെ പ്രത്യേകത. ദേ ആർ നോട്ട് കൺട്രോൾ, ദേ പ്രേ ലോങ് അവേഴ്സ് ബട്ട് ദേ ആർ നോട്ട് കൺട്രോൾഡ് ബൈ ടൈം ടേബിൾ. യു അണ്ടർസ്റ്റാൻഡ്? ദേ പ്രേ എവറി ടൈം, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, മിഡ് നൈറ്റ്. മിഡ് നൈറ്റ് ആകുമ്പോൾ പ്രാർത്ഥിച്ചില്ല എന്ന് കുറ്റബോധമില്ല. 5 മണിക്ക് പ്രാർത്ഥിച്ചല്ലോ, സോ ദാറ്റ് ചടങ്ങ് ഈസ് ഓവർ. സോ next, Lord, bye, see you tomorrow 5 a.m. I will be back. Until then, let me go and work somewhere. Idalla. That's not how spirituality works. അപ്പൊ ഇനി എനിക്കിത് നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കരുത് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതൊക്കെ വ്യർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് മൂടിപ്പോത് ഉറങ്ങിയാൽ അതും കാണുകയില്ല, ഇതും കാണുകയില്ല, ഒന്നും കാണാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തൽക്കാലം വളയത്തിലൂടെ ചാടിയിട്ട് പിന്നെ മതി വളയമില്ലാതെയുള്ള ചാട്ടം. Okay, if you can grow spiritually into
unstructured praying, and you can find joy in that unstructured praying, you can let go of timetables. But until then, you need to keep timetable. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എപ്പോഴും പ്രാർത്ഥനയിലോട്ട് ഷിഫ്റ്റ് ആവുന്ന ആ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് നമ്മൾ വളർന്നു കഴിയുമ്പോൾ 5 മണി എന്നുള്ളത് നമുക്കൊരു ശ്വാസം മുട്ടലാവുകയില്ല. ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേക്കാനും പറ്റും, ചിലപ്പോൾ 6 മണിക്കായിരിക്കും. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളൊരു ദൈവത്തോട് ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി ബിക്കം സോ ഫ്രീ ആൻഡ് സോ ഓപ്പൺ. അതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് കാണുന്നത്. ഹൗ ഡു വി വർഷിപ്പ് ദ ലോർഡ്? നോട്ട് in a local environment. We worship the Lord in truth and in spirit. ഈ ജീവന്റെ ജലസമൃദ്ധി, സമരക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗം, അവിടെയും ജീവൻ എന്ന പദം ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈ യേശുക്രിസ്തുവിന്റെ ജീവന്റെ പല ഡൈമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഹൗ ഡസ് ദ സൺ ലിവ്? എങ്ങനെയാണ് പുത്രൻ ജീവിക്കുന്നത്? എന്താണ് പുത്രന്റെ ജീവിതം? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതം ശ്രദ്ധിച്ചു നോക്കിയേ. ഇത്രയും എന്നെ പേടിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമില്ല. പകല് മുഴുവൻ ഞാൻ പലപ്പോഴും ഈ മീറ്റിംഗ്സ്, ഇപ്പൊ നമ്മുടെ സൂമിലായതുകൊണ്ട് എനർജി ലോസ് കുറവാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. ജസ്റ്റ് 9:29 ഇവിടെ 9:30 ജോയിൻ ചെയ്യണമായിരുന്നല്ലോ. അതുകൊണ്ട് ജസ്റ്റ് 9:29 ഞാൻ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉറങ്ങാം. ഇപ്പൊ ഇന്ന് എത്രാമത്തെ മീറ്റിംഗാ? ഇന്നിത് 4-ാമത്തെ മീറ്റിംഗ്. ഓക്കെ, ബട്ട് ഐ എം നോട്ട് ടയർഡ്. ഐ എം നോട്ട് ടയർഡ് ബിക്കോസ് I am sitting at my home, okay, and preaching the word of God is an excitement. I love it, even if it is 5 hours. I like discussing, and I also like to listen to the discussion. പോലെ ആണെങ്കിൽ 10 മണിക്കൂർ ഇരിക്കാനും I am happy, okay, if I can listen from others also. So it's always good to mutually learn. ഇന്നത്തെ ചർച്ചിൽ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ we will learn very fast and we will not forget also. If you can also contribute and ask questions. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആരും മറക്കില്ല. That message will be fixed on your mind. Okay. പക്ഷെ ഞാൻ ടയർഡല്ല. പക്ഷെ ചില സമയത്ത് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ലോങ് ട്രാവൽ, ഒരു കോഴിക്കോട് ഒരു മീറ്റിംഗ്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കോഴിക്കോട് ഒരു മീറ്റിംഗ് വൈകിട്ട് 7 മണിക്ക് ഫിനിഷ് ചെയ്തിട്ട് അവിടുന്ന് കാർ ഓടിച്ച് കൊല്ലത്ത് രാവിലെ 9 മണിക്ക് എത്തി. അങ്ങനെയുള്ള റണ്ണിങ്, I become very tired. ഭയങ്കര ക്ഷീണം തോന്നുന്നു. ആ ജോയ് ഒന്നും ഫീൽ ചെയ്യാതെ കർത്താവെ ഒരു ദിവസം ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് നിവർന്ന് കിടക്കാൻ. അപ്പൊ നോക്കി, ദൈവത്തിന്റെ വേല എക്സൈറ്റ്മെന്റ് ഇല്ലാതെ കഷ്ടപ്പാടിലൂടെ ആയി പോവുക. അങ്ങനെ പലപ്പോഴും ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഈ പാറ്റേണിനകത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും our time gets so constrained. ഓക്കെ, ആ ഫ്ലോ ഓഫ് ലൈഫ്, യേശുവിന്റെ ജീവന്റെ ആ ഒഴുക്ക്, ആ ഒരു ആനന്ദം. പിന്നെ ഞാൻ പതുക്കെ മനസ്സിലാക്കി, ഈ പ്രാർത്ഥനയ്ക്കുള്ള സമയം, പഠനത്തിനുള്ള സമയം, പ്രസംഗത്തിനുള്ള സമയം, ഇതിനെല്ലാം ഒരു ബാലൻസ് ആത്മാവ് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. സ്പിരിറ്റ് നമ്മളെ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഐ അണ്ടർസ്റ്റുഡ് സ്ലോലി. നൗ ഐ ഗെറ്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ദിസ് ഫ്ലൂയിഡ് ലിവിങ്. ഓക്കെ, ചിലപ്പം ഉറങ്ങാൻ വഴിയിൽ എവിടെയായിരിക്കും, അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ മെന്റ് ടു സേ. എ സ്പിരിച്വൽ ലൈഫ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ എനി സ്ട്രക്ചർ ഓർ സ്ക്രിപ്ചർ. അതായത് എന്തെങ്കിലും ഒരു നിയമത്താൽ അത് നിയന്ത്രിതമല്ല. ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് നമ്മൾ ഇതിനെ അനുഭവിക്കുന്നത്. അപ്പൊ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. ജീസസ് വാസ് വെരി ടയർഡ് വാക്കിംഗ് സോ ലോങ്. ഒത്തിരി ദൂരമുള്ള നടപ്പ്. ഞാനിപ്പോഴും അറിയുന്നു കർത്താവ് സമരിയ വഴിയുള്ള യാത്ര തിരഞ്ഞെടുത്തത് തന്നെ ആ ഒരൊറ്റ ആൾക്ക് വേണ്ടി. അല്ലെങ്കിൽ ആ സമരിയ പട്ടണം മുഴുവൻ അന്ന് മാനസാന്തരത്തിലേക്ക് വന്നു. ബട്ട് primarily Jesus was targeting that lady, one lady, and that through that one lady the whole town. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ഇവരുണ്ട്. ഒരൊറ്റ ശമരിയക്കാരി സ്ത്രീയെ കാണാൻ വേണ്ടി കർത്താവ് നടക്കുന്ന നടപ്പാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്.
ഓക്കെ, ഒറ്റ ഷണ്ണന് വേണ്ടി ഫിലിപ്പോസ് മരുഭൂമിയിലൂടെ നടക്കുന്ന നടപ്പാണ് മിനിസ്ട്രി. സെർച്ചിങ് ദാറ്റ് വൺ ഷീപ്പ്. ഒറ്റയാളെ അന്വേഷിച്ചാണ് കർത്താവ്. എപ്പോഴും അങ്ങനെയാണ്, എന്നെ അന്വേഷിച്ചാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ ശമരിയക്കാരി സ്ത്രീയെ, അവൾ പാപത്തിൽ ജീവിച്ച ആളാണ്, ലോകത്തിൽ ആരും അടുപ്പിക്കാത്ത ആളാണ്. ബട്ട് ജീസസ് ഈസ് ടോക്കിംഗ് സോ ക്ലോസ് ടു ഹെർ, ഹീലിംഗ് ഹെർ. അവൾ കൊടുക്കുന്ന വലിയൊരു പ്രോമിസ് ഉണ്ട്. നിന്റെ ജീവിതത്തിലെ ഈ ഈ അസ്വസ്ഥതകൾ, തൃപ്തിയില്ലാത്ത അവസ്ഥ, ഒന്നിലും ആനന്ദം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, ശൂന്യത, അതുകൊണ്ട് നീ പലരെ വെച്ച് ആ ശൂന്യത നികത്താൻ നോക്കിയിട്ടും നടക്കാതെ അലഞ്ഞു തിരിഞ്ഞ് വെള്ളവും ചുമന്നുകൊണ്ട് പോയി ജീവിതത്തിൽ അർത്ഥമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആ സ്ത്രീയോട് കർത്താവ് പറയുവാണ്, നിനക്ക് ഞാൻ ജീവന്റെ ജലം തരാം, ഇനി ഒരിക്കലും നിനക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ദാഹം ഉണ്ടാവില്ല. അപ്പൊ കർത്താവ് ഈ ലോകത്തിന്റെ ആ മോഹങ്ങളിൽ നിന്ന്, ദാഹങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ ജീവന്റെ ജലം നമുക്ക് തന്നുകൊണ്ടാണ്. അവിടെ നമ്മൾ വെള്ളമായിട്ട്, ജലമായിട്ട്, നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുന്ന ജീവനായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, അത് യേശുവിനെ സ്വീകരിക്കുന്നതിന്റെ വേറൊരു എക്സാമ്പിളാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നതല്ല. കർത്താവ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കുമായിരുന്നു? ഇല്ല. കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? റിസീവ് മീ എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ എല്ലാം പറയുന്ന യോഹന്നാൻ 1:12 തന്നെയാണ്. അതായത് ഞാൻ തരുന്ന പാനീയം കുടിക്കുക, മീൻസ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ജീവൻ തരുന്ന ആത്മാവിനെ പാനം ചെയ്യുക. ജീവൻ തരുന്ന ആത്മാവിനെ നീ പാനം ചെയ്ത് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ കാരണം വേറെ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് പോകാൻ നിനക്ക് പറ്റും. നീ എത്ര വലിയ പാപിയായിരുന്നാലും, ഇഫ് യു ആർ ബോൺ അഗെയിൻ വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നീ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ലോകത്തിന്റെ എല്ലാ ഫിൽത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ ഈ വാക്യമുണ്ട് അല്ലെ, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുന്ന, ആ സാങ്ക്ടിഫിക്കേഷനിലേക്ക് നടത്തുന്ന, തൃപ്തി തരുന്ന, ജോയ് തരുന്ന ആ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, അത് പ്രാപിക്കാനാണ് ഈ സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറയും. അപ്പോൾ നിക്കോദമോസിനോട് പറഞ്ഞ പോലെ ഈ കാറ്റുപോലെ വീശപ്പെടുന്ന ഒരു ലൈഫിലേക്കാണ് കർത്താവ് ഈ സമരിയക്കാരി സ്ത്രീയെ കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ കോൺവെർസേഷൻ, ആ ലൈഫിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കാം. 4-ാം അധ്യായം 20-ാം വാക്യം. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. സോ ഫോർ ഹെർ ദ ലൊക്കാലിറ്റി വാസ് ഇമ്പോർട്ടൻറ്റ്. ലൊക്കേഷൻ, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഓർഡർ ഓഫ് വർഷിപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഓർഡർ ഓഫ് വർഷിപ്പ് ഉണ്ട്. പെന്തക്കോസ്തുകാർക്ക് ഒരു ആരാധന രീതിയുണ്ട്, ബ്രദറുകാർക്ക് ഒരു ആരാധന രീതിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ആരാധന രീതികളുണ്ട്. കത്തോലിക്കർക്ക് അവരുടേതുണ്ട്, ഓർത്തഡോക്സുകാർക്ക് അവരുടേതുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ത്രീ പറയുന്നത്, ഞങ്ങൾ ഈ മലയിൽ, ആ മല എന്ന് പറയുന്നത് ഗെരിസീം മലയാണ്, ഈ മലയിൽ ആരാധിച്ചു പോരുന്നു. നിങ്ങൾ പറയുന്നു യെരുശലേമിൽ പോയാണ് ആരാധിക്കേണ്ടത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള തിയോളജിക്കൽ ഡിഫറൻസ്. അതായത് നമ്മൾ എല്ലാവരും തിയോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുവാണ്. ഈ യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ, കത്തോലിക്കരെ ശ്രദ്ധിച്ച പണ്ട് അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അച്ഛന്മാര് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലണം, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലണം. അത് ഭയങ്കര വഴക്കായിരുന്നു. ഈ മലയിലാണോ ആ മലയിലാണോ? അപ്പൊ ഡോക്ടറിനൽ സ്ട്രഗിൾ ഇവൾക്കറിയാം, നല്ല തിയോളജി അറിയാം. യെരുശലേമിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം, ഇവരുടെ മലയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ കർത്താവ് അവളോട് പറയുവാണ്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിച്ചു. നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നിങ്ങളുടെ ഗെരിസീം മലയും ഞങ്ങളുടെ യെരുശലേമും, അതാണല്ലോ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് പോകാൻ പോവാം. ഇനി നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. എന്തുകൊണ്ടില്ലെന്നറിയാം? എന്റെ വാക്ക് നീ വിശ്വസിച്ച. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, അവിടെയുമല്ല, ഇവിടെയുമല്ല, ഒരു ലൊക്കാലിറ്റിയിലല്ല. വർഷിപ്പ് ഈസ് സംതിങ്
ഡിഫറെന്റ്. ആത്മാവിലുള്ള ആരാധന, ജീവനുള്ളവരുടെ ആരാധന. ആ ജീവനുള്ളവരുടെ ആരാധന എങ്ങനെയാണ് നടക്കുന്നത്? അത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ആ ഹോളിലുമല്ല, ഈ ചർച്ചിലുമല്ല, അവിടെയുമല്ല, ഇവിടെയുമല്ല. ഇപ്പൊ നമ്മൾ അവിടെയുമല്ല ഇവിടെയും അല്ലാത്ത അവസ്ഥയിലല്ല ഇരിക്കുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം, പക്ഷെ വേറൊരാൾ എവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചുണ്ട്, പക്ഷെ എവിടെയൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക്കലി എവിടെയൊക്കെയോ കാണുമായിരിക്കും അല്ലേ. നമ്മൾ എവിടെ കണ്ടുമുട്ടിയേക്കുന്നത്? എന്തായാലും കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അത് സൂം ആയാലും ഗൂഗിൾ മീറ്റ് ആയാലും കർത്താവ് 2-3 പേർ എവിടെ കൂടിയാലും എന്നാ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കൂടിയാലും എവിടെ കൂടിയാലും കർത്താവുണ്ട്. ഇപ്പൊ സൂമിൽ കൂടിയാലും നമ്മുടെ ഇടയിൽ എവിടെ ഉണ്ട്? അതും കർത്താവ് എവിടെയാന്ന് നമുക്ക് അറിയത്തില്ല, ബട്ട് നമ്മുടെ ഇടയിൽ ഉണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, എവിടാന്ന് നമുക്ക് അറിയാൻ പോലും വയ്യ ഇപ്പം, പക്ഷെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ചർച്ച് ബിൽഡിംഗ് വേണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, വർഷിപ്പ് എന്താണെന്നായി പറഞ്ഞു വരുന്നത്? ജീവനുള്ളവരുടെ ലൈഫിന്റെ പ്രത്യേകതകളായി പറയാം. ഇഫ് യു ഗെറ്റ് എ ലൈഫ് ഫ്രം ദ ലോർഡ്, ഹൗ വിൽ ഇറ്റ് ലുക്ക് ലൈക്ക്? അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? എന്താണ് അതിന്റെ ആട്രിബ്യൂട്ട്സ്? ഇതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കാണുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. അപ്പൊ ശരിക്കും തിയോളജിക്കൽ പ്രോബ്ലം അവിടെ ഉണ്ടെങ്കിലും അതിലൊരു തിയോളജിയെ കറക്റ്റും. ഉദാഹരണത്തിന് യാക്കോബക്കാര് അവിടെ വർഷം അങ്ങനെ വർഷിപ്പിടുന്ന നമ്മൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഇതിൽ ഒന്നേ ശരിയുള്ളൂ, ഇതിലൊന്നും ശരിയാണ്. അത് യാക്കോബക്കാരല്ലെന്ന് നമുക്കറിയാം. ഓക്കെ, കർത്താവ് പറയാണ് ശരിക്കും ഗെരിസിമലയിലല്ല വർഷിപ്പ് നടത്തേണ്ടത്, ജെറുസലേമിൽ തന്നെ. കാരണം ഞങ്ങൾ അറിയുന്നതിനെയാണ് നമസ്കരിക്കുന്നത്, നിങ്ങൾ അറിയാത്തതിനെയാണ് നമസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നതെന്ന് അറിയോ? രക്ഷ വരേണ്ടത് ഞങ്ങളുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അറിയാവുന്ന സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങളെയും ഞങ്ങളെയും എല്ലാം നാളെ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ രക്ഷ യഹൂദന്മാരുടെ അടുത്ത് നിന്ന് വരുന്നത്. രക്ഷ വരുന്ന യഹൂദന്മാർ സത്യത്തിൽ അവര് അറിയുന്നതിനെ ആരാധിക്കുന്നത്. 23-ാം വാക്യം, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെയുള്ളവരായിരിക്കണം? പിതാവ് എന്താ ഇച്ഛിക്കുന്നത്? എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ഇച്ഛിക്കുന്നത്? കർത്താവ് പതുക്കെ സിസ്റ്റത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കി. ആദ്യം കർത്താവ് പറയാണ്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. അത് പറഞ്ഞു. എവിടാന്ന് പറഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ പറയാണ്, യഹൂദന്മാർ ഇന്ന് വരെയുള്ള വെളിപ്പാടനുസരിച്ച് അറിയുന്ന അവരുടെ അറിവിലാണ് ആരാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു അറിവിന്റെ ബേസിലല്ല നിങ്ങളുടെ ആരാധന. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു നാഴിക വരാൻ പോകുന്നു എന്നാണ് കർത്താവ് അവിടെ വാക്ക് പറയുന്നത്. ഓക്കെ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോ അതിനു മുമ്പ് നമ്മൾ വായിച്ചത് എന്താണ്? തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. എങ്ങനെയുള്ളവരായിരിക്കണം? ശമരിയക്കാരി സ്ത്രീയെ പോലെ ആയിരിക്കണം എന്നാണ്? അല്ല. പിന്നെ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്? ജീവന്റെ ജലം കുടിച്ചവർ, സത്യമായ ക്രിസ്തുവിനെ അറിഞ്ഞവർ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ആത്മാവിൽ ദൈവത്തെ നമസ്കരിക്കുന്നവർ, ആത്മാവിനെ പ്രാപിച്ചവർ, വീണ്ടും ജനിച്ചവർ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് വീണ്ടും ജനിച്ചവർക്ക് മാത്രം ആരാധിക്കാൻ പറ്റുന്ന ഒരു ആരാധന? ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ മിഷണറിമാരായിരിക്കുമ്പോൾ ജീവനുള്ള ആരാധന എന്താന്ന് പറയാൻ വേണ്ടിയാണ്. വാട്ട് യു മീൻ ബൈ ലിവിങ് വർഷിപ്പ്? വർഷിപ്പ് ബൈ ബോൺ അഗെയിൻ പീപ്പിൾ, ലിവിങ് പീപ്പിൾ. അതെന്താണ് സംഭവം?
ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഇതൊരു പക്ഷെ നല്ല മോഡൽ അല്ല കേരളത്തിൽ, പക്ഷെ ആന്ധ്രയിൽ ഞങ്ങൾ ഇത് എങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് സൺഡേ മോർണിംഗിൽ ഒരു വർഷിപ്പ് സർവീസ് ഉണ്ട്. ഓക്കെ, 7:30 to 9:30 ആയിരുന്നു വർഷിപ്പ് സർവീസ് ടൈം. അപ്പൊ അവിടെ വരുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ, വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ നാച്ചുറൽ. നമ്മുടെ ചർച്ചകളിൽ വരുന്ന എല്ലാവരും വീണ്ടും ജനിച്ചതാണോ? ഈ വീണ്ടും ജനിക്കാത്തവർക്ക് ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുമാത്രം പറ്റും? നമുക്കിതൊന്ന് ആലോചിച്ച് നോക്കാം. തന്നെ നമസ്കരിക്കുന്നവർ ഈ വിധമുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ വിധമുള്ളവരാണോ? ആത്മാവിൽ ജീവനിലുള്ള ഒരു നമസ്കാരമാണോ നമ്മൾ നടത്തുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ജീവനില്ലാത്തവർ, ജീവൻ പ്രാപിക്കാത്തവർ കർത്താവിനെ നമസ്കരിക്കുകയാണെങ്കിൽ ഈ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ ആരാധന എന്ന് പറഞ്ഞത്? ദൈവത്തിന് മഹത്വം കരയറ്റി, ദൈവം വർത്തിയാണ്, അവൻ നമ്മുടെ ഓണർ സ്വീകരിക്കാൻ, നമ്മുടെ ബഹുമാനം സ്വീകരിക്കാൻ, നമ്മൾ വണങ്ങാൻ, നമ്മൾ മുട്ടിൽ നിൽക്കാൻ, വീഴാൻ, അവൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് അവന് സ്തോത്രം ചെയ്യുവാൻ അവൻ യോഗ്യനാണ്. അതിന് വർഷിപ്പ്, അവൻ വർത്തിയാണ്. ഓക്കെ, അതുകൊണ്ട് അവനെ നമ്മൾ നമസ്കരിക്കുക. കർത്താവെ നീ യോഗ്യൻ, കുഞ്ഞാടെ നീ യോഗ്യൻ, നീ ആരാധനയും സ്തുതിയും മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യൻ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് വർഷിപ്പിൽ. ജീവൻ പ്രാപിക്കാത്ത ഒരാൾ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആത്മാവിലല്ലാത്ത വർഷിപ്പ്. ഞാൻ അന്യഭാഷയെ കുറിച്ചല്ല പറയുന്നത്, ജീവൻ പ്രാപിച്ചിട്ടുള്ള വർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ജീവനിലുള്ള ആരാധന. ജീവൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ മഹത്വം എന്തുമാത്രം കാണാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കാം. കർത്താവേ, ഈ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മുഴുവൻ ഞങ്ങളെ ക്ഷേമമായി നീ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. അതിന് ജീവനൊന്നും വേണ്ട, അതിന് ജീവനൊന്നും വേണ്ട. അതിന് നമ്മൾ ഞായറാഴ്ച എഴുന്നേൽക്കുമ്പോൾ കഴുത്തിന് മുകളിൽ തല ജീവനോടുണ്ടായിരുന്നാണ്, പ്രാണനോടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അനേകം ആൾക്കാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ ഈ ലോകത്ത് ശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറയാൻ നമുക്ക് ജീവനൊന്നും വേണ്ട, ആത്മാവും വേണ്ട. അങ്ങനെ ഒത്തിരി പേര് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ആ എഴുന്നേറ്റവരെല്ലാം അവരുടെ ദൈവങ്ങളെ വിളിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട്. യു ഡോണ്ട് നീഡ് ദ ഹോളി സ്പിരിറ്റ് ഫോർ ദാറ്റ്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം, അത് പാടാനും നമുക്ക് ആത്മാവും വേണ്ട, ജീവനും വേണ്ട. ലോകത്തുള്ള സകല മനുഷ്യർക്കും അത് പാടാൻ പറ്റും. ഇനി നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഈ പ്രസംഗം കേട്ടാൽ വലിയൊരു കുഴപ്പമുണ്ട്. ഇനി നിങ്ങൾ ഇത് ആത്മാവിലാണോ പ്രാണനിലാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ജീവൻ ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു വർഷിപ്പ് ഒത്തിരി ഉണ്ട്. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല. അതെനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് ഒട്ടും വരത്തില്ല. അപ്പൊ അത് പാടാനും നമുക്ക് പ്രത്യേകിച്ച് ജീവനൊന്നും വേണം, ജീവൻ വേണ്ട. നമുക്ക് ആഹാരം കിട്ടിയാൽ അത് പാടാം. നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആ വർഷിപ്പ് ചെയ്യാം, ജീവൻ വേണ്ട. അപ്പൊ സത്യനമസ്കാരം അവർക്ക് ചെയ്യണം നിർബന്ധമില്ല. അവർക്ക് ഇതിനാണ് നമ്മൾ കോമൺ വർഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് ഈവാഞ്ചലിക്കൽ വർഷിപ്പ് എന്നാണ്. ഈവാഞ്ചലിക്കൽ വർഷിപ്പ് ഞങ്ങൾക്ക് 2 വർഷിപ്പ് സർവീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഈവാഞ്ചലിക്കൽ വർഷിപ്പ് സർവീസും മറ്റൊന്ന് ബോൺ അഗെയിൻ ബിലീവേഴ്സ് വർഷിപ്പ് സർവീസ്. 2 സർവീസും. ഈ ഈവാഞ്ചലിക്കൽ വർഷിപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് ദൈവത്തോട് സ്നേഹമാണ്, ദൈവം അവരെ നടത്തുന്ന കാര്യം അവർക്കറിയാം, ആഹാരം കൊടുക്കുന്ന കാര്യം അറിയാം, രോഗം മാറ്റുന്ന കാര്യം അറിയാം, സാമ്പത്തിക കടഭാരങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ അറിയാം. അങ്ങനെയുള്ള നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്ക് സ്തോത്രം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ അവിശ്വാസികളുടെ വർഷിപ്പ്. അത് ലോകത്ത് ഹിന്ദുക്കൾക്കൊക്കെ ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നീ ഞങ്ങൾക്ക് രോഗം മാറ്റി തന്നതിനായിട്ട് നന്ദി, നിനക്ക് മാത്രം ഇത് പറ്റുമായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നതിനായിട്ട് സ്തോത്രം പറയാം. ഇത് ആത്മാവില്ലാതെ പറയാം. ഇത് ആത്മാവിൽ വരുന്ന അനുഗ്രഹം അല്ല രോഗശാന്തി. അത് ദൈവത്തിന്റെ ഒരു വാക്കിനാൽ വരുന്നതാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കണം നിർബന്ധമുണ്ടോ രോഗശാന്തി വരാൻ? ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കൂടുമ്പോൾ നിങ്ങൾ ഈ വർഷിപ്പ് ലീഡേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് നമ്മളോട് എപ്പോഴും പറയുന്നത് എങ്ങനെയാണെന്നറിയാം? കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മുഴുവൻ നമ്മളെ നടത്തി അവന്റെ കൃപ ഓർത്താൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ നല്ലൊരു അംബാനിയെ നടത്തിയിട്ടുണ്ട്.
ഇല്ലേ? ആ സാമ്പത്തികമാണ് മനസ്സ് വരുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ലപോലെ എത്രയോ പേരെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഇരുന്ന് നല്ലപോലെയൊന്നും ദൈവം നടത്തിയില്ല, ഒത്തിരി കഷ്ടങ്ങളായെന്ന് പറഞ്ഞിരുന്നവന് ചുമ്മാ അങ്ങ് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറയും. ഇപ്പൊ ഇതാണ് നമ്മുടെ ചർച്ചയിൽ ഇപ്പം നടക്കുന്നത്. വീണ്ടും ജനിക്കാത്തവർക്കും ഈസി ആയിട്ട് വർഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല. ഇനി മാസാവസാനത്തെ മീറ്റിംഗ് ആണെങ്കിൽ പറയും ഈ ഒരു മാസക്കാലം മുഴുവൻ. ആണ്ടർ ദി മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ പറയും കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞങ്ങളെ പുലർത്തി. ഭയങ്കര സംഭവം കേട്ടോ അതൊക്കെ. ഇതൊക്കെ പറയാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കേണ്ട ആവശ്യമില്ല. ആമേ റൈറ്റ്? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇന്ന് നമ്മൾ പാടുന്ന പല പാട്ടുകളും പാടാൻ കർത്താവിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇങ്ങനെയുള്ളവരല്ല സത്യ നമസ്കാരികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർ. ചിന്തിച്ചായിരുന്നോ? ഇനി നമ്മൾ ഞായറാഴ്ച വർഷിപ്പ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വർഷിപ്പ് ലീഡിംഗ് ടീം ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടെ അവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ബിലീവേഴ്സ് വർഷിപ്പാണോ കോമൺ വർഷിപ്പാണോ ചെയ്യുന്നതെന്ന് ഈ സൺഡേ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പാട്ടുകൾ. നിങ്ങൾ ഫ്രൈഡേ അല്ലേ? ഇന്ന് എന്താഴ്ച? ഇന്ന് സൺഡേ. അപ്പൊ ഇനിയുണ്ട് 4 ദിവസം കൂടെ. അപ്പൊ നിങ്ങൾക്ക് പതുക്കെ ഈ ആത്മാവിലുള്ള ആരാധന, ഞാൻ ദൈവം സഹായിച്ചാൽ അതിന്റെ തലേദിവസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടോന്ന് ശ്രദ്ധിച്ചില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് കലണ്ടർ നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇന്നത്തെ ആരാധന എന്ന് പറയുന്നത്? നമ്മൾ ഈ സ്പെഷ്യൽ റെവലേഷൻ ഇല്ലാതെ കോമൺ റെവലേഷനിൽ വരുന്ന ഒരു ആരാധന യോഗം, ഒരു ഞായറാഴ്ച സഭായോഗം അല്ലെ വെള്ളിയാഴ്ച സഭായോഗം നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാ ടൈമായി, കറക്റ്റ് 10 മണി. പാസ്റ്റർ അവിടെ ഉണ്ട്, വിശ്വാസികളെല്ലാം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ചിലർ 10:30 വരും, ചിലർ 10:45 വരും, അത് അവരുടെ സൗകര്യമാണ്. നമ്മൾ പ്രാർത്ഥന തുടങ്ങി, ഒരാൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചു, പ്രാർത്ഥന നമ്പർ 1 കഴിഞ്ഞു. ഓക്കെ, അടുത്തത് 2 പാട്ട്. ഞാൻ 2 പാട്ട് പറയട്ടെ. മനോഹരം 1, യാഹ് നല്ല ഇടയൻ, നല്ല പാട്ടല്ലേ? 2 നല്ല പാട്ട് പാടും. അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചു. ആരാധന അനുഗ്രഹത്തിനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയതാണ്, പക്ഷെ മതിയായിട്ടില്ല. 2 പേരുടെ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരാധനയുടെ അനുഗ്രഹത്തിനാന്ന് വിചാരിക്കണം. ആരാധന പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 2 പേരുടെ പ്രാർത്ഥന, മൊത്തം 3 പേര് പ്രാർത്ഥിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് സങ്കീർത്തനം. ഇങ്ങനെയല്ലേ നിങ്ങളുടെ ഓർഡർ? സാധാരണ ഇതിൽ ഇങ്ങനെ ഓർഡർ. ഞാൻ നിങ്ങളുടെ ചർച്ച വന്നിട്ടില്ലോ, എപ്പോഴെങ്കിലും കൊറോണ മാറുമ്പോൾ ഒരു ദിവസം വന്ന് നോക്കാം, ഒരു വെള്ളിയാഴ്ച. അത് കഴിഞ്ഞ് സങ്കീർത്തനം വായിച്ചു. സങ്കീർത്തനം വായിച്ച് പാസ്റ്റർ ദാവീദിനെ കുറിച്ച് ഒരു നല്ല പ്രസംഗം. ദാവീദ് മതിലിന്റെ മുകളിൽ നടന്നു, ടെറസിനും മട്ടുപ്പാവിൽ നടന്നു, വീണുപോയത്, എന്നിട്ട് അവസാനം കൊലപാതകത്തെ കലാശിച്ചത് ഒക്കെ വിവരിച്ച് പറഞ്ഞ് സംസാരിച്ച്. അപ്പം ദാവീദിനെ കുറിച്ചൊരു നല്ല ബോധം എല്ലാ പെന്തക്കോസ്തുകാർക്കും ഉണ്ട്, കാരണം സങ്കീർത്തനം വായിക്കുമല്ലോ എല്ലാ ചർച്ചിലും. അപ്പൊ എല്ലാവർക്കും ദാവീദിനെ കുറിച്ച് നല്ല പിടിയാണ്. അത് കഴിഞ്ഞ് കർത്തൃമേശ വല്ലപ്പോഴേ കാണുള്ളൂ. ഇപ്പം അത് എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കർത്തൃമേശ ഇല്ലാത്ത ഒരു വർഷിപ്പ് സർവീസ് ആണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ ആളുകൾ സാക്ഷ്യം പറയാൻ തുടങ്ങി. സാക്ഷ്യം പറയുന്നത് എങ്ങനെ ആയിരിക്കും അറിയാം? സാക്ഷ്യം പറയുന്നത്, എൻ്റെ മക്കള് വിദേശത്താണ്, അവര് വീട്ടിൽ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ദുബായിലല്ലേ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ അമ്മ ഇങ്ങോട്ട് നാട്ടിലോട്ടൊന്ന് വരുന്നുണ്ട്, അവരുടെ വണ്ടി കറക്റ്റ് സമയത്ത് കിട്ടാനും എയറോപ്ലെയിൻ യാത്രയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അത് തീർന്നു. ഇതിനൊന്നും വീണ്ടും ജനിക്കണ്ട, ഇതൊന്നും പറയാൻ നമ്മൾ വീണ്ടും ജനിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥന നമ്പർ 4. ഇനി ഈ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച അതേ ആൾക്കാർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. ഞാനിത് നിങ്ങളെ കളിയാക്കുന്നതല്ല കേട്ടോ. ഈ വീണ്ടും ജനിക്കാതെ നമുക്ക് ഞായറാഴ്ച ആരാധന നടത്താൻ പറഞ്ഞു വരുന്നേ, അതിന് ക്രിസ്തു പോലും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു വരുന്നതാണ്. അത് കഴിഞ്ഞ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് 1 മണിക്കൂർ പ്രസംഗം കിട്ടിയ അത്ഭുതം. 40 മിനിറ്റ് 30 മിനിറ്റ് ആയിരിക്കും കിട്ടുള്ളൂ. ആ പുള്ളി സെരുബാബേലിന്റെ സ്പെഷ്യലിസ്റ്റാണ്. പുള്ളിയുടെ മെയിൻ പ്രസംഗം എന്ന് പറയുന്നത് സെരുബാബേൽ ആലയം പണി, സമാഗമന കൂടാരം. പുള്ളി ഒരു പ്രസംഗം കഴിഞ്ഞ് നമ്മളെല്ലാം സൂപ്പർ പ്രസംഗമായിരുന്നു പറഞ്ഞ് വീട്ടിൽ പോയി.
ക്രിസ്തു എവിടെ? യേശു ക്രിസ്തു എന്ന വാക്ക് എവിടെ? നിങ്ങളുടെ ആ ചർച്ചിൽ അന്ന് 2 യഹൂദന്മാർ വന്നിട്ടുണ്ട്, ചുമ്മാ കാണാൻ വേണ്ടി. അവർ തീർച്ചയായിട്ടും പോകുമ്പോൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നറിയോ? ഇത് നമ്മുടെ സിനഗോഗ് അല്ലടാ. ഞാൻ പറയും, ഇത് ക്രിസ്ത്യാനികളല്ലേ? നീ ശ്രദ്ധിച്ചോ, യേശു ക്രിസ്തു എന്നൊരു വാക്ക് അവർ വേണ്ടില്ല. നമ്മളെ പോലെ തന്നെ പാട്ട്, സങ്കീർത്തനം, പഴയതും. ഞാനിനി ഇങ്ങോട്ടേ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. വീണ്ടും ജനിക്കേണ്ട കാര്യമില്ല. ഇന്നലെ പുലർത്തി, നാളെ പുലർത്തു, പുലർത്തലോട് പുലർത്തൽ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് വലിയ കാര്യമൊന്നുമല്ല ഈ കർത്താവ് നമ്മളെ പുലർത്തുന്നത്. അതെന്തുകൊണ്ട് കാര്യമല്ലെന്നറിയോ? നമ്മളതിന് നന്ദിയുള്ളവരായിരിക്കണം, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ പുലർത്തി എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല. കാരണം കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് സോളമന്റെ മഹത്വം. ഓക്കെ, അത്ഭുതകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഈ ദുബായിലോട്ട്, പ്രത്യേകിച്ചും ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ദുബായ് മാള്, പിന്നെ വലിയ കെട്ടിടത്തിന്റെ പേരെന്താ, ബുർജ് ഖലീഫ, ഇങ്ങനെ ശലോമോന്റെ മഹത്വമുള്ള ഒത്തിരി സാധനങ്ങൾ ദുബായിലുണ്ട് അല്ലേ? പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ വയലിലെ, കേരളത്തിൽ വന്ന ഈ വയലിലൊരു താമര നോക്കി, അത്രയും ഭംഗി ശലോമോന്റെ സർവ്വമഹത്വത്തിനും ഇല്ല. അപ്പൊ ശലോമോന്റെ മഹത്വത്തെക്കാളും നല്ലത് എന്തോ? ദുബായ് ഷോപ്പിംഗ് മാളിൽ പോകുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും കർത്താവ് സൃഷ്ടിച്ച ഏതെങ്കിലും പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോകുന്നതല്ലേ? എന്നിട്ട് കർത്താവ് പറയാ, അതിനേക്കാൾ അത്ഭുതം എന്താണെന്നറിയോ? ഈ വയലിലെ താമരയെ കർത്താവ് ഇങ്ങനെ ചമയിക്കുമെങ്കിൽ അല്പവിശ്വാസികളായ നിങ്ങളെ അവനെ എത്രയധികം ചമയിക്കും. അപ്പൊ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഈ അല്പവിശ്വാസികളായ നമ്മൾ ജീവിച്ചു പോകുന്നതാണ് ഏറ്റവും ഭയങ്കര അത്ഭുതം. ദൈവം നമ്മളെ ചമയിക്കുന്ന ഭയങ്കര അത്ഭുതം തന്നെയാണ് അത്. പക്ഷെ ദൈവത്തിന് നിസ്സാരമാണെന്ന കർത്താവ് പറയുന്നത്. വളരെ നിസ്സാരം, ഒന്നും പറയണ്ട. ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയില് കർത്താവിനോട് നന്ദി പറഞ്ഞു. എൻ്റെ കർത്താവ് എനിക്ക് ഇങ്ങനൊരു ശുശ്രൂഷ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ശബ്ദം അപ്പൊ തന്നെ എൻ്റെ ചെവിയിൽ വന്നു, നീ ശുശ്രൂഷ ഓർത്ത് എന്നോട് നന്ദി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് നിനക്കൊരു ശുശ്രൂഷ തരിക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. പക്ഷെ നിനക്ക് എൻ്റെ ജീവൻ തരാൻ വേണ്ടിയാണ് എൻ്റെ പുത്രൻ ആ കാൽവരി ക്രൂശിൽ അത്രയും വേദന അനുഭവിച്ചത്. അതുകൊണ്ട് പുൽപ്പിറ്റിന് മുമ്പിലായാലും പുറകിലായാലും ജീവിതത്തിന്റെ എവിടെ ആയാലും നീ പുത്രന്റെ ജീവൻ നിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്നോർത്ത് മാത്രം സ്തോത്രം ചെയ്താൽ മതി. അതാണ് ചെലവായ കാര്യം, അതാണ് പ്രധാന കാര്യം. ലിവിങ് ദാറ്റ് ലൈഫ്. അത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ അതിനായി സ്തോത്രം ചെയ്യാൻ പറ്റൂ. കർത്താവേ, നിന്റെ പുത്രന്റെ ജീവൻ, നിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനായി സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിനായിട്ട് സ്തോത്രം. നിന്റെ യോഗ്യതകളാൽ എന്നെ രക്ഷിക്കാൻ, എൻ്റെ മരണശിക്ഷ നീക്കാൻ നിനക്ക് ഇഷ്ടം തോന്നിയതിനായിട്ട് സ്തോത്രം. അങ്ങനെ നമ്മൾ സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ആത്മാവുള്ളവരുടെ ശുശ്രൂഷകൾ, സ്തോത്രങ്ങൾ, ആരാധനകളെല്ലാം സഹോദരങ്ങളെ ആത്മാവിൽ ദൈവത്തെ അറിഞ്ഞ്, അപ്പനെന്നറിഞ്ഞ്, അതിന് മുഖാന്തരമായ യേശുക്രിസ്തുവിന്റെ യാഗത്തെ ഓർത്ത്, അപ്പം നുറുക്കി അവനെ ഓർത്ത്, അവനെ ഫോക്കസ് ചെയ്ത് കുഞ്ഞാടിനെ വണങ്ങുന്ന ആ യാഗത്തെ ഓർക്കുന്നു. അത് ആർക്ക് മാത്രം ഓർക്കാൻ പറ്റുള്ളൂ? വീണ്ടും ജനിച്ചവർക്ക് മാത്രം അത് ഓർക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ക്രിസ്ത്യൻ വർഷിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ വർഷിപ്പ് ഈസ് നോട്ട് ജനറൽ വർഷിപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ്. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് നമുക്ക് തരുന്ന ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടവരുത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്യാണ്. നമ്മളെ ക്ലീൻ ചെയ്ത അവന്റെ രക്തം, നമ്മുടെ മരണത്തെ എടുത്തു മാറ്റി അവന്റെ ക്രൂശ്, നമ്മൾ കൊള്ളേണ്ട അടി മുഴുവൻ കൊണ്ട് തകർക്കപ്പെട്ട അവന്റെ ശരീരം.
നമുക്കായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പകരം പാപമായി തീർന്ന, എനിക്ക് പകരക്കാരനായി മാറിയ പുത്രനായ ദൈവത്തിന്റെ സ്നേഹം. ഇതാണ് എന്നെ ആരാധിക്കുന്നത്. ആത്മാവിന്റെ ആരാധന എന്ന് പറയുന്നത് ആ ജീവനിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ജീവനുള്ളവർക്ക് മാത്രമുള്ള ആരാധനയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാകണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. വീണ്ടും ജനിച്ചോ? അപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സഭയിൽ വീണ്ടും ജനിക്കാത്ത ആൾക്കാർ ഒത്തിരി പേര് കാണും. അപ്പൊ വീണ്ടും ജനിച്ച ആൾക്കാര് കർത്താവിനെ സ്തോത്രം ചെയ്ത്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം, ദൈവമേ നിന്റെ മഹത്വം ഞങ്ങളെ കാൽവരി ക്രൂശിൽ ഞങ്ങൾ കാണുന്നു, നീ എത്രയോ വലിയ ദൈവമാണ്, എന്നെ പോലെ പാപിയായ ഒരുവനെ അന്വേഷിച്ച് വരാൻ തക്കവണ്ണം നീ എത്ര വലിയ കരുണയാണ് എന്നോട് കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, ഈ വീണ്ടും ജനിക്കാത്ത, എങ്ങനെയോ പെന്തക്കോസ്തിനകത്ത് പെട്ടുപോയ, രോഗം മാറിയതുകൊണ്ട് മാത്രം കയറി വന്ന, പാപബോധം ഉണ്ടാവുകയോ നിലവിളിക്കുകയോ കർത്താവിന്റെ രക്ഷ അനുഭവിക്കുകയോ ചെയ്യാത്തവനും ഇതിന്റെ കൂടെ ആമീൻ പറയും. ഇതിന്റെ കൂടെ പതുക്കെ പതുക്കെ കാണാതെ പറയാൻ പഠിക്കും. പതുക്കെ പതുക്കെ ഇതിന്റെ കൂടെ സ്തോത്രം ചെയ്യും. ഇങ്ങനെ വന്ന് സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുകയും ആരാധനയ്ക്ക് അർത്ഥമില്ലാതെ പോവുകയും അവര് വീണ്ടും വീണ്ടും ഈ പതുക്കെ പതുക്കെ ആരാധനയെ അനുദിന ജീവിതത്തിൽ ദൈവം നടത്തുന്ന കാര്യം മാത്രം ഓർത്ത് സ്തുതിക്കുന്ന ലോകപരമായ ഒരു കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇത് സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ഈ ലോകത്തിന്റെ ആസക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് വരും. അപ്പൊ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ നവീകരണം സംഭവിക്കും. ആലോചിക്ക്, ആത്മാവിന്റെ നവീകരണം നിനക്ക് സംഭവിക്കുമ്പോൾ നിനക്ക് ആ മലയും ഈ മലയും കയറേണ്ടി വരില്ല. നിനക്ക് ദൈവത്തെ അന്വേഷിച്ച് പരക്കം പായേണ്ടി വരില്ല, സമാധാനം അന്വേഷിച്ച് ഓടേണ്ടി വരില്ല. നിന്റെ ഹൃദയത്തിൽ അവൻ വസിക്കും. അവൻ നിനക്ക് ജീവനായി മാറും. അപ്പോൾ നീ ആത്മാവിൽ ദൈവത്തെ അറിയും. ആത്മാവിൽ ദൈവത്തെ അറിയും. നിന്റെ ഉള്ളിൽ ദൈവം തരുന്ന ജീവനിൽ നീ നിന്റെ കർത്താവിനെ അറിയും. എന്നിട്ട് ആ സത്യത്തിൽ, ആ അറിഞ്ഞ സത്യത്തിൽ നീ അവന്റെ മുമ്പിൽ വണങ്ങും, നമസ്കരിക്കും. ഇതാണ് പുതിയ നിയമം. ഈ കാലം വന്നു എന്നാ കർത്താവ് പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വരുമ്പോൾ വി ബിക്കം ട്രൂ വർഷിപ്പേഴ്സ്. ഈ ട്രൂ വർഷിപ്പിന്റെ ഒരു പ്രത്യേകത ജീവനിലുള്ള ആരാധന, ജീവനോടെയുള്ള ആരാധന എന്ന് പറയുന്നത്, അല്ലെ സത്യത്തിലുള്ള ആത്മാവിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആത്മാവും മനസ്സും ശരീരമുണ്ട്. ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ പ്രസൻസിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് എൻജോയ്സ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. പക്ഷെ മനസ്സ് അങ്ങനെയല്ല. മനസ്സിനെ നമ്മൾ നിർബന്ധിക്കണം. കാരണം മനസ്സിന് 100,000 കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിം നടക്കുമായിരിക്കും, അതിന്റെ അവസാനം എന്തെന്ന് കാണാൻ നേരത്തായിരിക്കും അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാൻ വിളിച്ചത്. മനസ്സ് മുഴുവൻ അവിടെ ആയിരിക്കും. ചിലപ്പോൾ നാളെ ഒരു എക്സാമിനേഷൻ കാണുമായിരിക്കും. അപ്പൊ എക്സാമിനേഷന് പഠിക്കാൻ കുറച്ച് പെൻഡിങ് ഉണ്ടായിരിക്കും. പക്ഷെ പ്രാർത്ഥന എന്നൊരു ചടങ്ങിനിടയിലുള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ ഓടിച്ചിട്ട് തീർത്തിട്ട് പിന്നെ വന്ന് പഠിക്കാന്ന് വിചാരിച്ചായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ ചിന്തകൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ ശരിക്കും ഈ ആത്മാവിൽ ദൈവത്തെ അറിയാൻ നേരത്ത് നമ്മുടെ മനസ്സ് അത്രയൊന്നും വില്ലിങ് ആയിരിക്കത്തില്ല. ഓക്കെ, ദൈവത്തെ ആരാധിക്കാൻ അത്രയൊന്നും ഉത്സാഹം ഈ മനസ്സിനുണ്ടാവില്ല. കാരണം മനസ്സിന്റെ യഥാർത്ഥ ബന്ധം ശരീരവുമായിട്ടായിരുന്നു. ഇത്രയും നാള് ശരീരമായിട്ടായിരുന്നു. ആത്മാവ് ഇപ്പോഴല്ലേ വന്നേ. നേരത്തെ ആത്മാവിന് ജീവൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആരായിരുന്നു കൂട്ട്? ഈ മനസ്സും ശരീരമായിരുന്നു കൂട്ട്, അല്ലെ? ആത്മാവ് ഒന്ന് പതുക്കെ പതുക്കെ ഉപദേശിച്ച് മനസ്സിനെ നന്നാക്കാൻ നോക്കുക. പക്ഷെ മനസ്സിന് കഷ്ടപ്പെടുക. ഈ ശരീരം വേണോ ആത്മാവ് വേണം? എനിക്കിത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ശരീരവും മനസ്സും നിങ്ങളുടെ കോൺഫ്ലിക്റ്റ്. രാവിലെ വീട്ടിലെ മോന് അല്ലെങ്കിൽ മോള് ചെന്ന് അമ്മയോട് ചോദിക്കുക, അമ്മേ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? അമ്മ ഉപ്മാവ്. ഇന്നലെ ഉപ്മാവായിരുന്നല്ലോ. ആയിരുന്നു. വേറൊരു റിപ്ലൈ ഇല്ല. ഇവന്റെ ശരീരം ഉണ്ടല്ലോ ചികിടിക്കെന്ന് പറയണ്ട, ഇന്നും അത് തിന്നണമല്ലോ. അപ്പൊ ശരീരം പറയോ, 2 വർത്താനം പറ അമ്മയോട്, എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ, എങ്ങനെ ഞാൻ ഇത് തിന്നും? അപ്പൊ മനസ്സ് പറയും, അമ്മയോട് തർക്കിക്കാൻ പോയാ ഇന്ന് വൈകിട്ട് വരെ തിന്നേണ്ടി വരും. ഇതെല്ലാം ഒന്നും കിട്ടാനും പോകുന്നില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ.
അതുകൊണ്ട് മിണ്ടാതിരുന്ന് തിന്നുന്നതാണ് നല്ലത്. ഇത് ശരീരമല്ല, മനസ്സാ പറയും. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന മനസ്സാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ആത്മാവ് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതം. ശരീരം പറയും 2 പൊട്ടിക്കിടവനുണ്ട്, അവൻ പറഞ്ഞു കേട്ടില്ല നിന്നെ കുറിച്ച്. മനസ്സ് പറയും അവന്റെ ആരോഗ്യം നിനക്ക് അറിയോ, ഒരടി നീ അങ്ങോട്ട് അടിച്ച് 100 പാടെ കൊള്ളേണ്ടി വരും, അവൻ ഇപ്പൊ അടങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത് മനസ്സാണ് നമുക്ക് പറയും. ആത്മാവ് എന്താ പറയുന്നത് നമുക്ക് അറിയാൻ മേല, അങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. ഇതാണ് നമ്മുടെ പൂർവ്വകാല ജീവിതം. ഇനി കുറച്ചുകൂടെ മൈൽഡായിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഉച്ചയ്ക്ക് നടക്കുകയാണ് കേരളത്തിലൂടെ, കയ്യിൽ 100 രൂപ ഉണ്ട്, നല്ലപോലെ വിശക്കുന്നുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ കുറെ സമയമാണ്. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ചോറ് വേണോ ബിരിയാണി വേണോ. അപ്പം ശരീരം പറയും ചോറിന്റെ ടേസ്റ്റ് മടുത്തു, ബിരിയാണി കഴിക്കും, ബിരിയാണി മേടിക്കുക. മനസ്സ് പറയാം. അപ്പം ശരീരം പറയും, അപ്പം മനസ്സ് പറയും ആകെ 100 രൂപ, ബിരിയാണിക്ക് 150 രൂപ, ഊണ് വേണമെങ്കിൽ നമുക്ക് 90 രൂപയ്ക്ക് സംഘടിപ്പിക്കും. തൽക്കാലം നീ അടങ്ങി ശരീരം എന്നാ പിന്നെ നമുക്ക്. അപ്പൊ നമ്മളൊരു തീരുമാനത്തിലെത്തി. ഇതാര് തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കുന്നത്? ഈ മനസ്സും ശരീരവും. എല്ലാ ഡിസിഷൻസും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ 2 ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കും. നമ്മൾ വിചാരിക്കുന്ന ഈ രണ്ടാമത്തെ നല്ല ശബ്ദം ആത്മാവിന്റെ ആണ്. അത് ആത്മാവിന്റെ ഒന്നുമല്ല, അത് ഈ മനസാക്ഷിയുടെ ശബ്ദമാണ്. മൂന്നാമതൊരു ശബ്ദം ആത്മാവിന്റെ ശബ്ദം, അത് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. ആത്മാവിന്റെ ശബ്ദം അതെങ്ങനെ വരുന്നറിയാം? അത് ആത്മാവുള്ളവർക്ക് മാത്രമേ വരുള്ളൂ. ആത്മാവ് പറയുന്നത് എന്തായിരിക്കും? എടാ മോനെ, വിശക്കുന്ന സാരമില്ല, 2-3 മണിക്കൂർ നമ്മൾ ഇതിന്മേലെല്ലാം ജയം എടുക്കണ്ടേ. ഈ ഇൻസ്റ്റിങ്, ക്രേവിങ്, ഇതൊക്കെ ജഡത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുമല്ലോ, കഴിച്ചാൽ മതിയല്ലോ. കഴിച്ചില്ലല്ലോ എന്നാ എന്നൊക്കെ ആയിരിക്കും ചില ആത്മാവ് പറയുന്നത്, അവന്റെ കണ്ടീഷൻ അനുസരിച്ച് അങ്ങനെ ആയിരിക്കും പറയുന്നത്. ചിലപ്പോൾ ഈ ശബ്ദം നമ്മൾ ചിലപ്പോൾ കേൾക്കില്ല. അവർ തല്ലുന്നയാളുടെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, തല്ലുന്നയാളുടെ എക്സാമ്പിൾ. തിരിച്ചതെല്ലാം നോക്കണ്ട, ചിലപ്പോൾ അവൻ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ശബ്ദം ഓർക്കുന്നുണ്ടോ? ആത്മാവ് എന്തായിരിക്കും പറയുന്നത്? എടാ, അവനൊരു പാപിയായ മനുഷ്യൻ, നീ കർത്താവിനെ അറിയാവുന്നവൻ, നിനക്കല്ലേ അവനോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ, നീ അവനോട് ക്ഷമിക്കും. യേശു നിന്നോട് എങ്ങനെ ക്ഷമിച്ചെന്ന് ഓർത്തേ. ആ ക്ഷമ നിന്റെ ഉള്ളിൽ അവനോട് വാഴട്ടെ. ഇത് ആർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ആത്മാവിന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ഉപ്പുമാവിന്റെ എക്സാമ്പിൾ. ആത്മാവ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനോട് എന്തായിരിക്കും ആത്മാവ് പറയുന്നത്? മോനെ, അമ്മയല്ല ഉപ്മാവ് തരുന്നത്, ദൈവമാണ്. നീ ആദ്യം ആ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. കർത്താവെ, നീ ഉപ്മാവ് തന്നതിനായിട്ട് സ്തോത്രം. വായിലോട്ട് വെച്ചു, കൊള്ളില്ല. എന്താ സ്തോത്രത്തിൽ പറഞ്ഞ്? ദൈവം തന്നു. അപ്പൊ പിന്നെ പരാതി പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ആഹാരം കഴിച്ചിട്ട് ആഹാരം ശരിയായില്ലെന്ന് പറയുമോ? പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ആര് തന്നതാ? കർത്താവ് തന്നതാ. അതുകൊണ്ടാണ് ഈ അപ്പനന്മാർ നിർബന്ധിച്ച് സ്തോത്രം ചെയ്യിപ്പിക്കുന്നത്. കാരണം സ്തോത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് തന്നതാ? ദൈവം തന്നതാ. അപ്പൊ പരാതി പറഞ്ഞ ആരോട് പറയേണ്ടി വരും? ദൈവം, നീ എനിക്ക് എന്തിനാണ് ഉപ്മാവ് തന്നെന്ന് ചോദിക്കേണ്ടി വരും. അത് നമ്മൾ എന്തായാലും പോയില്ല. ഓക്കെ. അപ്പോൾ ആത്മാവ് നമുക്ക് തികച്ചും വ്യത്യസ്തമായ, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത, മനസ്സിലാകാത്ത ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു എക്സാമ്പിളിൽ പറയാം, ഇത് പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു പൈസ ഇല്ലായ്മയല്ല. പൈസക്കുള്ളൊരു സാധ്യത പോലും മുമ്പിൽ കാണാത്ത ഒരവസ്ഥ. വീട്ടിലൊരു കട്ടിലില്ല, കസേരയില്ല, ആരെങ്കിലും വന്ന ഒരു പാ വിരിച്ചു കൊടുക്കും, ആ പായിൽ ഇരുന്നോളുക, അത്രയേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ ചോറല്ലാതെ കറി ഉണ്ടാക്കാൻ ഒരു വകയില്ല. അടുത്ത അയൽവക്കത്തെ കടയിൽ 40 രൂപ കടം, ഒറ്റ നയാ പൈസ ഇല്ല, റെന്റ് അടച്ചിട്ടില്ല. ഞങ്ങളെ ആർക്കും അറിയത്തില്ല. അപ്പോ അത്രയും ഭയങ്കര ക്രൈസിസിലൂടെ പോവാണ്. പിള്ളേര്, ഞങ്ങൾ എടുത്ത പിള്ളേര്, അഡോപ്റ്റ് ചെയ്ത പിള്ളേര് എല്ലാവരും 4 പേര്, 6 പേര്. അപ്പൊ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുക. അപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടു.
സ്വപ്നം ഇങ്ങനെയാണ്, ഞാനൊരു പാറക്കെട്ടിന്റെ മുകളിൽ കൂടെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു പോവാം. ഭയങ്കര പാടാ, ചുറ്റും മുൾച്ചെടികൾ ഇങ്ങനെ വിടർന്ന് നിൽക്കാം. ഇടയ്ക്കിടയ്ക്ക് മുറിയുന്നുണ്ട്, പക്ഷേ സ്വപ്നത്തിലായതുകൊണ്ട് വേദന ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ മുള്ളിനിടയിലൂടെ നോക്കുമ്പോൾ ഒരു നല്ല ഒന്നാന്തരം ടാറിട്ട റോഡ് ഇങ്ങനെ കിടക്കുക. സ്വപ്നമാണേ. അപ്പൊ സ്വപ്നത്തിൽ ഞാൻ കർത്താവിനോട് പറയാം, എൻ്റെ കർത്താവേ, നീ എനിക്ക് വിശാലമായ ഒരു വഴി തുറന്നു തന്നതിനായിട്ട് സ്തോത്രം. ഒരു നല്ല വഴി നീ എനിക്ക് കാണിച്ചു തന്നതിനായിട്ട് സ്തോത്രം. കണ്ണു തുറന്നു. അത് സ്തോത്രം ചെയ്തോണ്ടാണ് കണ്ണു തുറക്കുന്നത്. ഇത് ദർശനമാണോ സ്വപ്നമാണോ? സ്തോത്രം ചെയ്തോണ്ടാ. കർത്താവ് തന്ന പോലെ കാണുന്നേ. കണ്ണ് തുറന്ന ഉടനെ ഒറ്റ വചനം എന്ന വാളൊരൊറ്റ വെട്ട, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലേക്ക് കിടക്കുന്നവർ അനേകരുമാണ്. ഞാൻ തകർന്നു പോയി. അപ്പൊ ആത്മാവ് എന്താ പറയുന്നത്? ഇനി കുറച്ചുകൂടെ ആ പാറമോളിൽ കൂടെ കയറിക്കോ മോനെ, അത് ഇത്തിരി ഇടുക്കമായിരിക്കും. മറ്റേ വഴിയുടെ അനേകർ പോകും, പക്ഷെ ഇതിലെ നിന്നെ പോലെ വേറെ കുറച്ച് പേരൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് ഈ ഇടുക്ക് വഴി കൂടെ കയറാൻ സാധിച്ചു. അതാ വചനം. ഞാൻ ആകെ അസ്വസ്ഥനായ ഉറക്കവും പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ട്രഗിളിനകത്ത് കത്തി നിൽക്കുക. ആരും പണം ചോദിക്കില്ല, ദൈവം തന്നാൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ളതാണ്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു 3 പേര് വന്നു. അവർ ഓങ്കോളിലൊരു ഹോട്ടൽ, ആന്ധ്രയിലെ ഞങ്ങളുടെ സ്ഥലത്തൊരു ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കാനും സ്ഥലമില്ല, അവർ ഇതൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പൊ എൻ്റെ ഒരു സാറാണ് ഇവരെ വിളിച്ചോണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം, കണക്ക് മാത്രം നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി, പൈസ എങ്ങനെ ചെലവാക്കി, നിങ്ങൾ എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാം. കാരണം അമേരിക്കയിലെ വലിയ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളിലൊക്കെ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റിയില്ലേ? കയ്യിൽ 5 പൈസ ഇല്ല. അന്ന് അവര് വരുമ്പോൾ അവർ വീട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ചായ ചൂടാക്കാൻ വേണ്ടി മണ്ണെണ്ണ സ്റ്റവ് അത് അന്വേഷിച്ച് എൻ്റെ ഭാര്യ നടന്ന നടപ്പ് ഇവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്നത്തെ കാലത്ത് തിരിഞ്ഞു നോക്കിയിരുന്നു. അത് കടയിൽ കിട്ടില്ല, നിങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട്. അത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. അതാ അവസ്ഥ. അപ്പോഴാണ് ഈ ഓഫർ വരുന്നത്. കർത്താവിന്റെ ആത്മാവ് എന്താ പറഞ്ഞേക്കുന്നത്? നാശത്തിലേക്കുള്ള വഴി വരുന്നു, വിശാലമായ വഴി വരുന്നു, അതിലേക്ക് കയറരുതെന്ന്. അപ്പൊ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം? അവിടെ ആത്മാവ് എന്താ പറഞ്ഞേക്കുന്നത്? ഡോണ്ട് എൻ്റർ ത്രൂ ദാറ്റ് ബ്രോഡ് റോഡ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവർ പൈസ തരും, വാങ്ങിക്കാൻ കർത്താവിന്റെ പെർമിഷൻ ഇല്ല, എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവ് തന്നതായിരിക്കും. ഞാൻ പറഞ്ഞു അല്ല, കാരണം കർത്താവിനോട് ഇങ്ങനെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ അവരോട് നോ പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. ഭയങ്കര വിഷമമായി. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? വിളിച്ചുകൊണ്ട് വന്ന സാറിന് ഭയങ്കര വിഷമമായി. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അവരുടെ ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ, അവരെന്നിട്ട് ബലമായിട്ട് 1-2 വർഷം, 1 വർഷമല്ല 8 മാസം 6 മാസം മറ്റോ എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നുകൊണ്ടിരുന്നു, എൻ്റെ മനസ്സ് മാറുമെന്ന് അറിയാൻ വേണ്ടി. അത് സാറിനോടുള്ള ബഹുമാനം കാരണം ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ മനസ്സ് മാറ്റിയില്ല. കാരണം ഐ കുഡ് നോട്ട് എഗ്രി വിത്ത്. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ വിശാലമായ വഴിയിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അന്നത് സ്വീകരിച്ചിരുന്നെങ്കിൽ, ഒരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് ആന്ധ്രാപ്രദേശിൽ ഒരു HIV കെയർ സെന്റർ, അന്ന് HIV വലിയൊരു പ്രോബ്ലം, ഒത്തിരി ഓർഫൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് HIV ഇൻഫെക്റ്റഡ് ആയിട്ടൊരു മോനുണ്ട്, അഡോപ്റ്റ് ചെയ്ത മോനാണ്, HIV പോസിറ്റീവാണ്. അപ്പൊ HIV കെയർ സെന്റർ തുടങ്ങാം. ഇവർ പറയുന്ന കാര്യമാണ്, നമുക്ക് ചിൽഡ്രൻസ് ഹോം തുടങ്ങും, സ്കൂള്, വലിയ പ്രസ്ഥാനമാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് ഞാൻ ആന്ധ്രയില് ആ കെട്ടിടത്തിന് അകത്തിരുന്ന് ഓരോ പിള്ളേർ എങ്ങനെയുണ്ട്, കൊറോണ ഇല്ലെന്ന് വിചാരിച്ചു, അവർക്ക് എന്ത് ആഹാരം കൊടുത്തു, എത്ര പേര് ഇന്ന് നാളെ വരും, എത്ര പേര് ഇന്ന് വൈകിട്ട് വന്നിട്ടുണ്ട്,
അമേരിക്കയോട്ടുള്ള കണക്ക് ശരിയായോ? നാളത്തെ രാവിലത്തേക്കുള്ള പച്ചക്കറി റെഡിയാണോ? മീൻ മേടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് അതിൽ നടക്കുമായിരുന്നേനെ. അത് മാത്രമല്ല, ഞാൻ മരിക്കാറാവുമ്പോൾ ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാത്തവനായി ആന്ധ്രയിലേക്ക് വന്നു, പക്ഷെ ദൈവം എന്നെ ഉയർത്തി. എങ്ങനെ ഉയർത്തി? ഇതെല്ലാം തന്നു. എനിക്ക് ചിലപ്പോൾ ഗവൺമെന്റ് സോഷ്യൽ സർവീസിന് എന്തെങ്കിലും പുരസ്കാരമോ ഭാരതരത്നമോ ചിലപ്പോൾ നോബൽ സമ്മാനമോ ഒക്കെ തന്നേക്കുമായിരുന്നായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ വിളിച്ചത് അതിനു വേണ്ടി അല്ലായിരുന്നു. ഒരു നയാ പൈസ ഇല്ലാതെ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കാനാണ്, യേശുവിന്റെ ജീവൻ എന്താണെന്ന് വെളിപ്പെടുത്താനുമാണ് എന്നെ വിളിച്ചിരുന്നെന്നുള്ള കാര്യം ഞാൻ ഇവിടെ വെച്ച് മനസ്സിലാക്കില്ല. ഞാൻ വിചാരിക്കും എൻ്റെ ജീവിതം ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ, കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, അന്ന് കർത്താവ് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം, ആത്മാവിന്റെ ശബ്ദം വ്യത്യസ്തമാണ്. അത് ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. അപ്പൊ വർഷിപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ മനസ്സ് പലപ്പോഴും, ഞാൻ അത് പറയാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞത്, മനസ്സ് പലപ്പോഴും എഗ്രി ചെയ്യത്തില്ല. അപ്പൊ മനസ്സിനോട് നമ്മൾ പറയും, ആത്മാവ് പറയും, എൻ മനമേ, മനസ്സേ, നീ യഹോവയെ വാഴ്ത്ത്, നീ ചുമ്മാ ഇങ്ങനെ ഇരിക്കല്ലേ. മനസ്സിനോട് പറയുന്നതാ. മനസ്സില്ല, മനസ്സോടെ ശരി 5 മിനിറ്റ് ഇരുന്നേക്കാം, അല്ല അരമണിക്കൂർ, അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ശരീരം മനസ്സിനെ ഇങ്ങനെ വലിക്കും. നമ്മൾ തമ്മിൽ ഭയങ്കര കൂട്ടാരെന്ന് ഓർമ്മയുണ്ടോ? ഈ സമയത്ത് ഇത് കാണുന്നത്, നമ്മൾ ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയമാണ്, പ്രാർത്ഥന, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്, നമുക്കൊരു ആനന്ദം ഇത്തിരി കിട്ടണ്ടേ ശരീരം. പക്ഷെ ബുദ്ധിയുള്ള ആരാധന എന്താണെന്നറിയോ? ഈ മനസ്സങ്ങ് പുതുക്കുക, എങ്ങോട്ട് മാറുക? ആത്മാവിന്റെ കൺട്രോളിൽ പോവുക. അപ്പൊ ശരീരം യാഗമോ, ശരീരം ഒറ്റയ്ക്കായി പോകും. ശരീരത്തിന്റെ ഒരു പരിപാടി നടക്കില്ല. മനസ്സ് നേരെ ആത്മാവിന്റെ കബ്ജയിൽ വരും. അപ്പൊ ആത്മാവ് പറയും, ഇതാ നമ്മുടെ സന്തോഷം, കർത്താവിനെ സ്തോത്രം ചെയ്യാം, അതെ ഇതാ എന്റെ സന്തോഷം. ഇതിനെയാണ് മനസ്സിന്റെ സാൽവേഷൻ എന്ന് പറയുന്നത്. സാൽവേഷൻ ഓഫ് അവർ സോൾ, ദേഹിയുടെ രക്ഷ. നമ്മൾ ആത്മാവിന് അനുരൂപമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ്, അങ്ങനെ ഉള്ളവരാണ്, അങ്ങനെ വളരുന്നവരാണ്, ആ വിശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ് ട്രൂ വർഷിപ്പേഴ്സ്. ഈ ട്രൂ വർഷിപ്പേഴ്സ് എന്ന് പറയുന്നവന്റെ ശരീരം യാഗമായിരിക്കും, ക്രൂശിൽ യാഗത്തിൽ ആയിരിക്കും. ആ ശരീരത്തിന്റെ ഇച്ഛകൾ അവന് പ്രസക്തമല്ല, കാരണം ഹീസ് അണ്ടർ സർക്കംസിഷൻ. അവൻ കർത്താവിന്റെ ആ പരിച്ഛേദനയുടെ കീഴിലാണ്. അതുകൊണ്ട് അങ്ങനെയാണ് വർഷിപ്പ് നടക്കുന്നത്, ട്രൂ വർഷിപ്പ്. അത് തന്നെയാണ് റോമാലേഖനം 12 ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ വാക്യം വായിച്ചില്ലെങ്കിലും റോമർ 12 ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ള വർഷിപ്പ്, ആത്മാവുള്ള ആരാധന എന്ന് പറയുന്നത്. ആത്മാവ് എങ്ങനെ നിയന്ത്രിക്കുന്നു, ആത്മാവ് എന്ത് പറഞ്ഞു തരുന്നു, ആത്മാവ് എങ്ങനെ നമ്മളെ നടത്തുന്നു, ആ സത്യത്തിൽ നിന്നുള്ള ആരാധനയാണ് ശരിക്കും ആത്മാവിന്റെ സത്യത്തിലുള്ള ആരാധന. അതിനൊരു ലൊക്കാലിറ്റി പ്രശ്നമില്ല, നമ്മൾ എവിടാണെന്നുള്ള പ്രശ്നമില്ല. നമ്മൾ നടക്കുന്ന, ജീവിക്കുന്ന, ഇരിക്കുന്ന ഓരോ തലത്തിലും നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെ യാഗമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ കർത്താവിനോടുള്ള ഒരു ആരാധനയിൽ ഉയർത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും നമ്മെ വിടുവിക്കുന്ന സ്പിരിച്വൽ വർഷിപ്പ് എന്ന്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ഒന്നിച്ച് കൂട്ടം കൂടി അപ്പം നോക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുന്നത്, കർത്താവേ എനിക്കൊരു ആത്മാവിനെ, നിന്റെ ആത്മാവിനെ എനിക്ക് തന്ന് പുത്രന്റെ ജീവൻ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം, നിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതിനായ പുതിയ നിയമ ഉടമ്പടിക്കായി സ്തോത്രം. അവിടെ വന്നിരിക്കുന്ന യഹൂദന്മാരത് കേൾക്കുമ്പോൾ ഇറങ്ങി ഓടും, കാരണം ദിസ് ഈസ് ഡിഫറെന്റ്. അവർക്കത് സിനഗോഗിൽ കേൾക്കാൻ പറ്റില്ല, ലോകത്തിൽ ഒരിടത്തും കേൾക്കാൻ പറ്റില്ല. അവർ ഈ വഴിക്ക് വരണ്ട കേട്ടോ, ഈ വഴിക്ക് വരണ്ട, ഇവിടെ യേശുവിന്റെ യാഗം, രക്തം, നോ വേ. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ജീവൻ എന്നത് ആത്മാവിൽ നിന്ന് വരികയും നമ്മുടെ സോൾ അതിനോട് എഗ്രി ചെയ്യുകയും നമ്മുടെ മനസ്സ് ആത്മാവിനോട് ചേരുകയും നമ്മൾ സ്പിരിച്വൽ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങുകയും ആത്മാവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് പതുക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ വിശുദ്ധീകരണം ഈസ് ഗെറ്റിംഗ് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ളവരാണ് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ആത്മാവിലും സത്യത്തിലും, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ. ജഡപരമായ കാര്യങ്ങൾ ഓർത്തിട്ടല്ല. പ്രിയ സഹോദരങ്ങളെ, വി ആർ ഒബ്സസ്ഡ് വിത്ത് ദ വേൾഡ്. ലോകത്തെക്കുറിച്ച് ഭയങ്കര ഒബ്സഷനാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേൾക്കുമായിരുന്നു. ആ പ്രസംഗത്തിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരു ആൾ, എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നത്. ബിക്കോസ് ഹി ടോട്ട് മീ ആൻഡ് ഐ റെസ്പെക്ട് ഓൾ മൈ ടീച്ചേഴ്സ്.
തന്നെയല്ല, ഹി സ്പീക്സ് വെൽ, സ്പീക്സ് ബ്യൂട്ടിഫുൾ. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, കൺവെൻഷനാണ്. പ്രിയ മക്കളെ, സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രിയിൽ വന്നാൽ നമ്മൾ പോകാൻ റെഡിയായിരിക്കണം. ഏത് സമയത്തും കർത്താവ് വരാം. ഇതാണ് മെസ്സേജ്. നിങ്ങൾ അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനത്തെ പ്രസംഗം കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ന് അങ്ങനെയല്ല കൺവെൻഷൻ പ്രസംഗം. പക്ഷെ ഇദ്ദേഹം ഒരു പഴയ കൺവെൻഷൻ പ്രസംഗനായതുകൊണ്ട് അദ്ദേഹം ആ വരവിനെ കുറിച്ചാണ് കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. പാവം മനുഷ്യൻ, ട്രെൻഡ് മാറിപ്പോയതൊന്നും പാവം പുള്ളി അറിഞ്ഞിട്ടില്ല. ഈ കർത്താവ് വരാൻ പോകുന്നു പറഞ്ഞിട്ട് നീ ജനം അനങ്ങുന്നില്ല, ഒരു ഇളക്കവും ഇല്ല. ഇന്ന് രാത്രി വൈബ്രേഷൻ കൂടെ വിളിച്ചു, ഇവിടെ ഇങ്ങോട്ട് വൈബ്രേഷൻ വരുന്നില്ല, ഒരു അനക്കവും ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ സാറിന് മനസ്സിലായി 5 മിനിറ്റുള്ളൂ പ്രസംഗം തീരാൻ. ഈ ജനങ്ങളെ കയ്യിലെടുത്തില്ലെങ്കിൽ പ്രസംഗം തോറ്റുപോകും. ഈ അവസാന നിമിഷത്തെ കൂട്ടപ്പരിച്ചിലാണ് നമ്മുടെ പ്രസംഗം ജയിച്ചോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത്. അപ്പോ ഈ സാറ് പാവം പുള്ളി പ്രസംഗ വിഷയം ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കളഞ്ഞു. ഞാൻ കേട്ടോണ്ടിരിക്കുക, ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ സാർ പറയാണ്, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും. അപ്പോഴേക്കും ആരോ അങ്ങ് തുടങ്ങിയില്ലേ, ജനങ്ങൾ മുഴുവൻ സ്പ്രിങ്ങേലായി. ഒറ്റ വാക്ക വിഷയങ്ങൾ. അത് കേൾക്കുമ്പോഴേ ഒരുപാട് വിഷയങ്ങളെല്ലാവർക്കും അതും വെച്ചോണ്ട് ഇരിപ്പോടിരിപ്പ. അതിനിടയിലേക്കാണ് കർത്താവിനെ ഇദ്ദേഹം കൊണ്ടിരുന്നത്. എന്തു വേണം പിന്നെ? അങ്ങോട്ട് പോവുകയും വേണ്ട, ഇങ്ങോട്ട് കർത്താവ് വരുകയും ചെയ്തു. പത്രോസിന്റെ കഥ പറയുകയാണെങ്കിൽ, പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. രാവിലെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശി. പത്രോസ് ആഴത്തിലേക്ക് നീക്കി വല വീശിയപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം കയറി. കൺവെൻഷൻ പ്രസംഗം കേട്ടോ, ഇപ്പോഴത്തെ കൺവെൻഷൻ പ്രസംഗങ്ങൾ അങ്ങനെയാണ്. കൺക്ലൂഷൻ, നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒത്തിരി മീൻ കിട്ടും. ഇതാണ് നമ്മുടെ പ്രസംഗം. പക്ഷെ അവിടെ അതല്ല സംഭവിക്കും. പത്രോസ് എന്താ പറയുന്നല്ലോ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, എന്നെ വിട്ടു പോകും, എനിക്ക് മീനും വേണ്ട, ഒന്നും വേണ്ട, മേലാൽ ഈ വഴി വരല്ലേ എന്നാ പത്രോസ് പറഞ്ഞു. നമ്മളാണ് പറഞ്ഞാലും കർത്താവ് നാളെ മീൻ പിടിക്കാൻ പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ബിസിനസ് രക്ഷപ്പെടണേ നീ കൂടെ വേണം. നീ ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ബിസിനസ് ഇത്രയും നാൾ പൊളിഞ്ഞോണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ നീ ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല. രാത്രി മുഴുവൻ അധ്വാനം ഞാൻ നിർത്തി. ഇനി ഓൾ നൈറ്റ് പ്രയറാണ്. രാവിലെ ഒരു ഒറ്റ മീൻ പിടുത്തം, അതിന് നീ വരണം. നീ എൻ്റെ പടകിലേക്ക് എല്ലാ ദിവസവും വരണം. പിന്നെ അത് കഴിഞ്ഞ് നിന്റെ കൂടെ ട്രാക്ട് കൊടുക്കാൻ ഞാൻ എവിടെ വേണമെങ്കിലും വരാം. പക്ഷെ രാവിലത്തെ ഒരു ഒറ്റ കൊയ്ത്തിൽ നീ എനിക്ക് 100 മീൻ തന്നാൽ 10 മീൻ ഞാൻ നിനക്ക് തന്നിരിക്കും. ഇതാണ് നമ്മുടെ തിയോളജി. ഇങ്ങനെ നമ്മൾ ഡിസീവ്ഡാണ്. കർത്താവിന് നിങ്ങളുടെ മീൻ വേണോ? പത്രോസിന് പോലും വേണ്ടേ. പത്രോസ് ഈ മീൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ മീനിനെ നോക്കിയില്ല. ഇന്നലെ ഞങ്ങൾക്ക് മീൻ തന്നതിനായിട്ട് എത്ര വിചാരിച്ചാലും ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ല. അവൻ പറഞ്ഞു, എന്നെ വിട്ടു പോ കർത്താവെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ മുമ്പിൽ. കാരണം ഞാൻ മീൻ കണ്ടില്ല, ഞാൻ നിന്നെ കാണുന്നില്ല. ഈ മീൻ കാണാതെ കർത്താവിനെ കണ്ടാലോ കുഴപ്പം എന്നാന്നറിയാമോ? ശമരിയാക്കാരി സ്ത്രീ പതുക്കെ മനസ്സിലാക്കുന്ന മെശിഹയാണ്. പെട്ടെന്നെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവളുടെ ഇടപാട് തീർന്നു എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോയനെ. കാരണം കർത്താവിനെ ആരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർക്ക് എന്നെ പത്രോസിനേക്കാൾ ഗുരുതരമായ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പത്രോസിനൊരു കാര്യം മനസ്സിലായി, ഞാൻ മീനിന്റെ മുമ്പിലല്ല നിൽക്കുന്നത്. ഈ മീനിനെ ഇപ്പോൾ ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് മീനില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പ്രശ്നം. പക്ഷെ ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ പാപമാണ്. ഞാൻ പാപിയായൊരു മനുഷ്യൻ. മീനിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതല്ല പ്രശ്നം. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ പാപിയാണ്. കർത്താവേ എന്നെ രക്ഷിക്കണേ, എന്നെ വിട്ടുപോകണേ, എൻ്റെ അടുത്ത് വരല്ലേ, ഐ എം എ സിന്നർ. ഈ കരച്ചിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ അടുത്തല്ല, മീനിന്റെ അടുത്താണ്. അവൻ ഏറ്റവും കൂടുതൽ കൊയ്ത്ത് കിട്ടിയ, ഹാർവെസ്റ്റ് കിട്ടിയ, മീൻ കിട്ടിയ ആ ദിവസം ആ പണി ഉപേക്ഷിച്ചു. ആ മീൻ ആർക്ക് കൊടുത്തെന്ന്, ആരെടുത്തെന്ന്, ഈ അപ്പനും പടവും വലയും എല്ലാം ഇട്ടിറങ്ങി. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മൾ കർത്താവിനെ നമ്മുടെ വിശാലമായ വഴിയിലോട്ട് ഇറക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ കർത്താവ് ശ്രമിക്കുന്നത് അവന്റെ ഇടുക്ക് വഴിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ. എന്നാൽ നമ്മുടെ തിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വിശാലമായ വഴിയിലേക്ക് അവനെ ഇറക്കിക്കൊണ്ടുവരാൻ. ഇവിടെയാണ് പ്രശ്നം. അവിടെ ആത്മാവല്ല നമ്മളെ നടത്തുന്നത്, ജഡമാണ്. കർത്താവിനെ നമ്മൾ ആ ജഡത്തിന്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്
നമ്മൾ വിശ്വാസത്തെ പോലും ഉപയോഗിക്കുന്നത്. കർത്താവ് പറയാണ്, ആരാധിക്കുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് എൻ്റെ പിതാവിനൊരു ആഗ്രഹമുണ്ട്. അവർ ആത്മാവിൽ വിടുവിക്കപ്പെട്ടവരും പുത്രന്റെ ജീവനുള്ളവരും സത്യത്തെ തിരിച്ചറിഞ്ഞവരും നിത്യതയെ കണ്ടവരുമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ആ മലയുമില്ല ഈ മലയുമില്ല. അവർ ആത്മാവിൽ ദൈവത്തെ പിതാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഷിപ്പ്. അവിടെ ശരീരം യാഗമാകുന്ന ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു വർഷിപ്പിലേക്കാണ് കർത്താവ് നമ്മളെ ജീവനിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജീവന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം ഇതാണ്. എന്താണ്? അവനെ സത്യത്തിൽ ആരാധിക്കുവാൻ, ലോക്കലൈസ്ഡ് അല്ലാത്ത, ഹാബിച്വേറ്റഡ് അല്ലാത്ത, ആത്മാവിൽ കാറ്റുപോലെ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്ന, ഒരിക്കലും വിട്ടുമാറാത്ത പ്രസൻസും, ഏത് സമയത്തും കർത്താവിന്റെ പ്രൈവറ്റ് പ്രസൻസിലേക്ക് ഷിഫ്റ്റ് ആകാൻ എത്ര ഷിഫ്റ്റ് ആയാലും മടുക്കാത്ത ആ ഒരു അനുഭവത്തിൽ എത്ര നേരം വേണേലും ഇരിക്കാൻ പറ്റുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്കാണ് കർത്താവ് ആ ശമര്യക്കാരി സ്ത്രീയെ വിളിച്ചത്. അവൾ പറയാണ്, ഇനി നിനക്ക് ദാഹിക്കില്ല, ഇത് നിനക്ക് തൃപ്തി വരുത്തും. എപ്പോഴും യു വിൽ ഹാവ് ജോയ്, എപ്പോഴും യു ഹാവ് ഫുൾനെസ്, എപ്പോഴും യു വിൽ എൻജോയ് ദ ഫാദർ, എൻജോയ് ദ ലോർഡ്. കാരണം ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ ജീവൻ തന്നെയാണ്, ഞാൻ ജീവിക്കുന്ന ജീവിതമാണ്. ഇതാണ് ശരിക്കും ഗോസ്പലിന്റെ ഓഫർ. ടു ബി വർഷിപ്പേഴ്സ് ഓഫ് ദ ലോർഡ്, ട്രൂ വർഷിപ്പേഴ്സ് ഓഫ് ദ ലോർഡ്. ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കാനും അറിയാനും അവന്റെ ജീവന്റെ പങ്കാളിത്തത്തിലേക്ക് പോകാൻ, ആ ഒരു ഫ്രീഡം അനുഭവിക്കാനുമാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരിച്ഛേദന ചെയ്യപ്പെടേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും അല്ലെ? ഇത്രയും പറഞ്ഞപ്പോൾ എന്താ നമ്മൾ ഇന്ന് പരിച്ഛേദന ചെയ്യപ്പെടേണ്ടത്? നമ്മൾ ഇനിയും അതിലേക്ക് പോകുന്നതേ ഉള്ളൂ. വി വിൽ കം ടു ദാറ്റ് സർക്കംസിഷൻ നോട്ട് ബൈ ഹാൻഡ്സ്. അതെന്താണ്, അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ 3-4 ദിവസത്തിനുള്ളിൽ, നമ്മൾ തീരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചെല്ലും. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ലൈഫിനെ കുറിച്ചുള്ള അടുത്ത പരാമർശത്തിലേക്ക് പോകാം. അവിടെയാണ് നമുക്കിത് അവസാനിപ്പിക്കാൻ എളുപ്പം. ഓക്കെ, 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു മിറക്കിലൂടെയാണ്. ഈ 6-ാം അധ്യായത്തിലാണ് ലൈഫ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദീകരണം ഉള്ളത്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മൾ ഒരു പക്ഷേ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ബട്ട് ദിസ് ഈസ് ദ തിയോളജി ബിഹൈൻഡ് ഇറ്റ്. ഇതാണ് അതിന്റെ പിന്നിലുള്ള വേദശാസ്ത്രം. ഓക്കെ, 6-ാം അധ്യായം തുടങ്ങുന്നത് യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്ന കാര്യം പറഞ്ഞതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നറിയോ? ഈ ജനങ്ങൾ കർത്താവിന്റെ പുറകെ കൂടാൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൻ കിട്ടിയ പോലെ ആയിരുന്നു. ഈ മീൻ കിട്ടിയ നമ്മളെ പോലെ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ്, കർത്താവേ എന്നെ വിട്ടു പോലെ, കർത്താവേ എനിക്ക് നാളെ മീൻ പിടിക്കാനുള്ളതാണേ, പ്രാരാബ്ധക്കാരനാണേ, എന്നെ വിടല്ലേ കർത്താവേ, നാളെ എൻ്റെ അടുത്ത് തന്നെ വരണേ എന്ന് പറഞ്ഞ് പുറകെ പോയി. അതുപോലെ കർത്താവിന്റെ പുറകെ കുറെ ആൾക്കാർ കൂടി. അപ്പൊ കർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോസസ് ഉണ്ട്. പിരിച്ചുവിടും കുറെ ആൾക്കാർ, കുറെ കഠിനവാക്ക് പറഞ്ഞ് പിരിച്ചുവിടും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് കഠിനവാക്ക് പറയുന്നുണ്ട്. ഏറിയ പുരുഷാരം അനുഗമിച്ചപ്പോൾ 14-28 വാക്യം, ഏറിയ പുരുഷാരം അനുഗമിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് അവരോട്, നിങ്ങൾ നിങ്ങളെ തന്നെ വെറുത്ത് ക്രൂശ് എടുത്തുകൊണ്ട് അല്ലാതെ എന്റെ പിന്നാലെ വരാൻ പറ്റില്ല. കഠിനവാക്ക് പറയാം. കാരണം എല്ലാവരുടെ കൂടി വന്നിട്ട് കാര്യമില്ല. ശിഷ്യന്മാർ ഇപ്പൊ ഉദാഹരണത്തിന് വേറെ രീതിയിൽ കർത്താവ് ആൾക്കാരെ പിരിച്ചുവിടുന്നത് എങ്ങനെയാണെന്നറിയാം? ഉപമകൾ സംസാരിച്ചോണ്ടാണ്. കർത്താവ് ഒരു ഉപമ പറയാണ്. ഒത്തിരി പുരുഷാരമുണ്ട്, നല്ല ഗാദറിങ്. കർത്താവ് ഒരു ഉപമ പറയാണ്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികെ വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ പാറസ്ഥലത്ത് വീണു, കുറെ നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണത് പറവജാതികൾ കൊത്തിക്കൊണ്ടുപോയി. പാറപ്പുറത്ത് വീണത് മണ്ണിന് ആഴമില്ലാതെ തന്നെ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത് വളർന്നു മുള്ളിനോടൊപ്പം, പക്ഷെ ഉപജീവന ചിന്തകൾ അത് പിന്നെ പറയാം. മുള്ളും അതിന്റെ കൂടെ വളർന്നതിന് ഞെരിച്ചു കളഞ്ഞു. കുറച്ച് നല്ല സ്ഥലത്ത് വീണു, അത് 100, 60, 30 മേനിയായി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് അങ്ങ് പോയി. ഈ കേട്ടോണ്ടിരുന്ന മനുഷ്യർ ആലോചിക്കുകയാണ്, എന്റെ ദൈവമേ, എന്താ പുള്ളി പറഞ്ഞത്? ഈ വിത്ത് വിതയ്ക്കാൻ പോകുന്നു, വഴിയിൽ വീഴുന്ന പറവ പോകുന്നു, ശരിയാണോ? പാറപ്പുറത്ത് വീഴുന്നു പറഞ്ഞാൽ ശരിയാണോ? മുള്ളിനിടയിൽ വീഴുന്ന ഞെരിഞ്ഞു, അതും ശരിയാണ്. നല്ല നിലത്ത് വീഴുന്ന മാത്രമേ ഫലം കഴിക്കുള്ളൂ, അതും ശരിയാണ്. പിന്നെന്താ? അതിനെന്താ? എന്തായി പറഞ്ഞു? ശിഷ്യന്മാരിന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എന്താ ഇങ്ങനെ? ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട ഇത്ര ആൾക്കാരെ സംഘടിപ്പിച്ച്, ഇപ്പോൾ സൂം വഴിയാണെങ്കിലും എവിടെയാണെങ്കിലും ആൾക്കാരെ സംഘടിപ്പിച്ച് മീറ്റിംഗ് നടത്തി, ഞങ്ങൾക്ക് എന്ത് ചിലവുണ്ടെന്ന് കർത്താവിന് അറിയണം. നീ ഇങ്ങനെ ആൾക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങിക്കാൻ, ആർക്കും ഒന്നും മനസ്സിലാകാത്ത കാര്യം പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ പ്രസംഗം കേൾക്കാൻ പിന്നെ വരൂ? ഇതെന്താ ഈ ആൾക്കൂട്ടത്തോട് ഇങ്ങനെ പെരുമാറുന്നത്?
അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിപ്പിച്ച് പറഞ്ഞു. കർത്താവ് പറയാണ്, അവർ കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ടും കാണാതെയും അവര് ഹൃദയം തിരിഞ്ഞ് മാനസാന്തരപ്പെടുകയും ചെയ്യാതിരിക്കാൻ. അങ്ങനെ അവരങ്ങ് മനസ്സിലാക്കേണ്ട എന്ന് വിചാരിച്ചു. മനഃപൂർവ്വമായിട്ട് ഊമയായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ പാസ്റ്റർ വന്ന് എന്നോട് പറയാ, ഇത്രയും ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല ബ്രദറെ, പാസ്റ്ററെ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്തിരി ക്ലാരിറ്റിയിൽ സംസാരിച്ചൂടെ? ഈ കഥകൾ ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറയും, അതെന്താണെന്നറിയോ, അവര് മനസ്സിലാക്കി അങ്ങനെ നന്നാകണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഉപമകളായിട്ട് പറഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ ആലോചിച്ചു, എന്താ ഈ കർത്താവ് പറഞ്ഞത്? വിത്ത് എന്നൊരു വാക്ക് ദൈവവചനമാണെന്ന് പറഞ്ഞത് അവർക്ക് എല്ലാം അത് മനസ്സിലായി, പക്ഷെ പറഞ്ഞില്ല. അപ്പൊ എന്താ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒത്തിരി ആലോചിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയത്. ഞാനൊരു ഡിസൈപ്പിൾ ആയ ശേഷമാണ് കർത്താവ് എന്തുകൊണ്ടാണ് ഉപമ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ഉപമയുടെ അർത്ഥമെന്ന്. മനസ്സിലാവുന്നില്ലേ? എന്താ വിത്ത് വിതയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വചനം വിതയ്ക്കുന്ന കാര്യമാണ്. വഴിയരികിൽ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് കുറെ വചനങ്ങൾ പറഞ്ഞല്ലോ, ചിലതൊക്കെ വഴിയരികിൽ വീണ് കാണും. അതൊന്നും പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല, മറന്നുപോകും. ഞാൻ പറഞ്ഞ കഥകളെല്ലാം നിങ്ങൾ ഓർക്കും, പക്ഷെ ഞാൻ പറഞ്ഞ വചനം മുഴുവൻ നിങ്ങൾ മറന്നുപോകും. കാരണം വചനമാണ് വിത്ത്. പറവൊന്നും അതേ കൊത്തിക്കൊണ്ട് പോകുള്ളൂ. നിങ്ങൾ വിചാരിക്കും മറന്നുപോയതാണ്, പക്ഷെ സത്യത്തിൽ പറവകൾ കൊത്തിക്കൊണ്ട് പോകുന്നതാണ്. കാരണം ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുന്നത്? ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ് എന്നാ കഴിക്കാം, ശരി. വീട്ടിലെ കാര്യം, രാഷ്ട്രീയം, കൊറോണ ഒരു വലിയ വിഷയമാണ്. അതുപോലെ വെള്ളപ്പൊക്കം, എയ്റോപ്ലെയിൻ പൊട്ടി വീണത്, അല്ലെ? ഇങ്ങനെ അവരുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, എന്തെല്ലാമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്, അല്ലെ? മലയാളികൾക്ക് ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിങ്ങനെ ആൾക്കാർ മരിച്ചതിന്റെ വീഡിയോ, ശവോടക്കിന്റെ വീഡിയോ, ആൾക്കാർ നിലവിളിക്കുന്നതിന്റെ വീഡിയോ, ഒരുമാതിരി സാഡിസ്റ്റിക് പ്ലഷർ. അയ്യോ എന്നിട്ട് ഇങ്ങനെ പറയണം, അയ്യോ എന്തൊരു കഷ്ടമല്ല. എന്നാ പിന്നെ ഓഫീസിട്ട് പോകണ്ടേ? അത് ചെയ്യില്ല. ഇത് വെച്ച് കണ്ടുകൊണ്ട് അയ്യോ എന്തൊരു കഷ്ടമാണ്, എന്ത് വിഷമമില്ല. കുഞ്ഞിന്റെ കരച്ചിൽ നോക്കി എന്തോ കരച്ചിൽ, അയ്യോ കഷ്ടം. ഞാൻ പറയുന്നു, കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലായല്ലോ ഭയങ്കര കഷ്ടമെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാതെ അത് കാണണ്ട, നമുക്ക് കണ്ടേ പറ്റും. ഇതൊരുമാതിരി എന്താ ഒരു സാഡിസ്റ്റിക് അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനിടയിൽ ഈ വചനം എന്ത് ചെയ്യുന്നറിയോ? മുങ്ങിപ്പോകും. ആ പറവകളെല്ലാം കൂടെ വന്ന് ഈ വചനം കൊത്തിക്കൊണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല എന്താണ്? ഈസിയാ, നമുക്ക് ഈസിയാ. പക്ഷെ അന്ന് കേട്ട ജനങ്ങൾക്ക് ഒരു വകയും മനസ്സിലായില്ല. അപ്പൊ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, മക്കളെ, ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലായത്. അവർക്കത് കിട്ടിയിട്ടില്ല. കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ അവരും ഇപ്പൊ കണ്ടേനെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തേനെ. പക്ഷെ അവരെൻ്റെ അടുത്ത് വന്നില്ല. നിങ്ങൾ ഇതെല്ലാം വിട്ട് എൻ്റെ അടുത്ത് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി കേൾക്കാം. കാരണം എപ്പോഴും റെവലേഷൻ വരുന്നത് നമ്മൾ അവനെ അനുഗമിക്കുമ്പോഴാണ്. അപ്പൊ കർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ പിരിച്ചുവിടുന്ന ഒരു സ്വഭാവം ഉണ്ടായത് റെവലേഷന്റെ ആഴങ്ങൾ കേൾക്കാൻ വരമുള്ളവർ കേട്ടാൽ മതി. അതിനുവേണ്ടിയാ. അല്ലാത്തവർ ഇത് കേട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ക്രിസ്തുവിന്റെ ജീവൻ, സത്യം എന്തെന്ന് വേർതിരിഞ്ഞ ഒരാൾക്ക് മാത്രം ഇത് കേട്ടിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഒരു കഠിനവാക്കാണ് നമ്മൾ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ആശയം കൂടെ ഞാൻ തരാം. ഞാനിത് ഈ ഒരു വിഷയം 6-ാം അധ്യായം ഞാൻ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം വെച്ചിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ? 6-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. 6-ന്റെ-53. നമ്മൾ എവിടെ ജീവൻ എന്തെല്ലാം കണ്ടു, ജീവനെ കുറിച്ച് എന്തെല്ലാം ഇതുവരെ കണ്ടു, ക്രിസ്തുവിന്റെ ജീവൻ സ്വീകരിക്കുന്നതിനെ കുറിച്ച് കണ്ടു, മക്കളായി മാറുന്നതിനെ കുറിച്ച് കണ്ടു, വെള്ളത്താലുള്ള ക്ലെൻസിങ്ങിനെ കുറിച്ച് കണ്ടു, അതുപോലെ ഒരു ജീവനിൽ നിന്ന് വരുന്ന ആരാധനയെ കുറിച്ച് കണ്ടു. ഇതെല്ലാം ജീവന്റെ പരാമർശങ്ങളുള്ള വാക്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ? ഇനി 6-ാം അധ്യായത്തിലേക്ക് വരും. 6-ാം അധ്യായം 53-ാം വാക്യം നമുക്ക് വായിക്കാം. 53-ാം വാക്യം പറയുന്നു, യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. 52-ാം വാക്യത്തിൽ ഓൾറെഡി കർത്താവ് ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ യഹൂദന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പൊ ഈ യഹൂദന്മാർ കേട്ടോണ്ടിരുന്നവർക്ക് എന്താ മനസ്സിലായത്? എഗെയിൻ ഒന്നും മനസ്സിലായില്ല.
അവർക്ക് ഇത്രേ മനസ്സിലായുള്ളൂ, ഇവന്റെ മാംസം തിന്നാൽ ജീവൻ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ കത്തി കൊണ്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാംസം എടുത്ത് തിന്ന് അവന്റെ രക്തവും കൂടെ കുടിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ജീവൻ കിട്ടുമായിരിക്കും. അതാണോ ഇവൻ ഉദ്ദേശിച്ചത്? ഇവൻ എങ്ങനെയാണ് ഇവന്റെ മാംസം നമുക്ക് തിന്നാൻ തരാൻ പറ്റുന്നത്? 60-ാം വാക്യം ഇതാണ് കർത്താവ് ചില സമയത്ത് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ട് സംസാരിക്കും, കുറെ പേർക്ക് ഒന്നും മനസ്സിലാവില്ല. 60-ാം വാക്യം നോക്കി, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് കേൾപ്പാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. കണ്ടോ, ശരിക്കും ഞാൻ അവിടെ നിന്ന്, നിങ്ങൾ അവിടെ നിന്നായിരുന്നെങ്കിൽ അത് കഠിന വാക്കാന്ന് മനസ്സിലായനെ. ഓക്കെ, 60-ാം വാക്യത്തിൽ പറയാം, ഞാനാണല്ലോ നിൽക്കില്ല കേട്ടോ, മാംസം തിന്നണം രക്തം കുടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് മൃഗങ്ങളുടെ മാംസം തിന്നുന്നത് തന്നെ പ്രയാസം. അന്നേരമാണ് മനുഷ്യന്റെ മാംസം രക്തം കുടിക്കാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ ഉപദേശം പെരിഫറലി നമ്മൾ വാച്യാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു നോക്കി, ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്കിൽ ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. 66-ാം വാക്യം നോക്കി, 66. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ഇനി നിങ്ങൾ എന്നോട് പറ, എന്തിനാ അവർ പിൻവാങ്ങിപ്പോയത്? എന്ത് കേട്ടിട്ടാണ്? നമ്മൾ ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? മാംസം തിന്നണം രക്തം കുടിക്കണം എന്നുള്ള കഠിന വാക്ക് കേട്ടിട്ടാണ്. എന്നല്ല. 62, 63 വായിച്ചേക്ക്. 60-ാം വാക്യത്തിലാണ് ഒരു പിറുപിറുത്തത്. 66-ലാണല്ലോ അവർ പോയത്. 62, 63 വായിച്ചേക്ക്. 62, 63. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കിയോ മക്കളെ? നിങ്ങൾക്ക് വിഷമമായോ? അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇടർച്ച വന്നെങ്കിൽ മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് ഇറങ്ങി കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? അപ്പൊ ഇതിലും വലുത് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇടർച്ചയായെങ്കിൽ ഇതിലും വലിയത് ഇനി നിങ്ങൾ കാണാനിരിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാകും. ഞാൻ നിങ്ങളോട് ഇടർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇറച്ചി തിന്നാനോ രക്തം കുടിക്കാനോ അല്ല പറഞ്ഞത്. ജീവിപ്പിക്കുന്ന ആത്മാവാകും, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു. അപ്പൊ എന്തായിരുന്നു ഈ ശരീരവും രക്തവും? വ്യാഖ്യാനിക്കാൻ നമ്മൾ എങ്ങോട്ടും പോരുത് കേട്ടോ. അവിടെ തന്നെ കർത്താവ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജഡമായിരുന്നില്ല, ഫ്ലഷ് ആയിരുന്നില്ല, അത് ആത്മാവും ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ജീവനുമായിരുന്നു. രക്തമെന്ന് ഞാൻ ഉദ്ദേശിച്ച ജീവനെയും ആത്മാവെന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ജീവനെ കുറിച്ചുമാണ്, ആത്മാവിനെ കുറിച്ചുമാണ്. ആത്മാവാണ് ജീവൻ തരുന്നത്. ഓക്കെ, ഇത് കേട്ട ശേഷമാണ് 66-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പോകുന്നത്. ഓക്കെ, അപ്പൊ 65-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കി, കർത്താവ് എന്താ പറയുന്നത് നോക്കി. 63-ാം വാക്യം, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഇത് കർത്താവ് 65-ാം വാക്യത്തിൽ പറയാണ്, ഇത് ഹേതുവായിട്ടാണ്, അതായത് ഈ ഒരു അനുഭവം, ആത്മാവിന്റെ ഒരു അനുഭവം ഹേതുവായിട്ടാണ് ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്ത് അവർക്ക് ഇടർച്ചയായി, അവർക്കൊരു വിഷമമായി അത് കേട്ടപ്പോൾ. അവർ പറഞ്ഞു ഇത് കഠിനവാക്കാണ്. പക്ഷേ 63-ാം വാക്യത്തിൽ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ കഠിനവാക്കാന്ന് വിചാരിച്ചിരിക്കുമല്ലേ? ഏതാ കഠിനവാക്ക്? ഇറച്ചി തിന്നുന്ന രക്തം കുടിക്കുന്ന കഠിനവാക്കാന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ഇതിനേക്കാൾ കഠിനമായത് കാണാൻ പോവാ. കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന നിങ്ങൾ കാണും. അത് ഇതിനേക്കാൾ കഠിനമായിരിക്കും. അടുത്ത വാക്യത്തിൽ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ ആദ്യം 53-ൽ പറഞ്ഞതിനേക്കാളും കഠിനവാക്കാണ് 63-ൽ പറഞ്ഞത്. 53-ൽ എന്താ പറഞ്ഞത്? എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം. 63-ൽ എന്താ പറഞ്ഞത്? ആത്മാവിനെ പ്രാപിക്കണം, ആത്മാവിൽ നിന്നുള്ള ജീവൻ വേണം. ഏതാ കഠിനവാക്ക്? ഏതാണ് അവർ ഇട്ടിട്ട് പോകാൻ പ്രേരിപ്പിച്ച വാക്യം? 53-ാം വാക്യമല്ല. 53-ാം വാക്യത്തിൽ അവർക്ക് ഇടർച്ച ഉണ്ടായതേ ഉള്ളൂ. എന്നാൽ 60-ാം വാക്യം, 63-ാം വാക്യത്തിൽ കർത്താവ് ഇത് ആത്മാവാണെന്ന് പറഞ്ഞതോടുകൂടി അവർ തീരുമാനിച്ചു, ഞങ്ങൾ വിട്ടിട്ട് പോയേക്കാം. വിച്ച് വാസ് ഹാർഡർ, വിച്ച് വാസ് മോർ ഡിഫിക്കൽട്ട്? ഏതായിരുന്നു കഠിന വാക്ക്? 53 ആയിരുന്നോ 63 ആയിരുന്നോ? കർത്താവ് 63-ാമത്തെ വാക്യം പറയുന്നത് അവർക്ക് ഓൾറെഡി ഇടർച്ചയായിട്ടിരിക്കുവാണ്. എന്നാൽ ഇടർച്ച കൂടുതൽ
അപ്പോൾ കുറച്ചുകൂടെ കഠിന വാക്കാണ് ശരിക്കും 63 ഉള്ളത്. അപ്പോൾ ഇത് കഠിന വാക്കായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാക്യം ശരിക്കും മനസ്സിലാവുന്നില്ല, അവിടെയും മനസ്സിലാവുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ എന്തിനാ മനുഷ്യൻ ഇത്ര വെപ്രാളം പിടിക്കുന്നത്? പക്ഷെ കർത്താവ് അവിടെ പറഞ്ഞത് വളരെ കഠിനമായൊരു വാക്കാണ്. എന്തായിരുന്നു അവിടെ അവരെ ഓടിച്ചു കളഞ്ഞത്, അവരെ തകർത്ത് കളഞ്ഞത്? വാട്ട് വാസ് ദാറ്റ്? വൈ ഡിഡ് മെനി ഓഫ് ദം ലീവ്? അത് കഴിഞ്ഞ് കർത്താവിനോട് പത്രോസ് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവര് ഇട്ടിട്ട് പോയത് ഈ മാംസവും രക്തം കുടിക്കണം എന്നുള്ള വാക്ക് കേട്ടിട്ടല്ല എന്നൊന്നും കൂടെ ഉറപ്പാകുന്നത് യേശു ക്രിസ്തുവിനോട് പത്രോസ് പറയുന്ന വാക്ക് കേട്ടിട്ടാണ്. അടുത്ത വാക്യത്തിൽ 67-ാം വാക്യത്തിൽ യേശു 12 പേരെ വെച്ച് ബാക്കിയുള്ളവരെല്ലാവരും പോയി. നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനം. കർത്താവ് എന്താ പറഞ്ഞിട്ടത്? എന്റെ ആത്മാവും ജീവനുമാണ്, ആത്മാവാണ് ജീവിക്കുന്നത്. പത്രോസിന് മനസ്സിലായി. പത്രോസ് പറഞ്ഞു, നിത്യജീവൻ തരുന്ന വചനങ്ങളല്ലേ നീ പറഞ്ഞത്? ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകാനാണ്? മീൻ പിടിക്കുന്നിടത്തേക്ക്? ഞങ്ങൾക്ക് നിത്യജീവനാണ് വേണ്ടത്, അതിനെ നിന്റെ പുറകെ നടക്കും. നീ ഇത്രയും നേരം പറഞ്ഞെന്താ? ആത്മാവ് ജീവിക്കും, ഞങ്ങൾക്ക് ജീവൻ വേണം, അതിനുവേണ്ടി ഞങ്ങൾ പറയുന്നത്. അപ്പൊ പോയവർക്ക് എന്ത് മനസ്സിലായിരുന്നു? പോയവർക്ക് ഇത് മനസ്സിലായിരുന്നു അല്ലെ? പോയവർക്കും മനസ്സിലായി കർത്താവ് പറഞ്ഞ രക്തം കുടിക്കണമെന്നോ മാംസം തിന്നണമെന്നല്ല, നിത്യജീവൻ അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്, എന്തുകൊണ്ടാണ് അവർ നിത്യജീവനെ വല്ലാതെ ഭയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ആ ഭയം അവരെ ചിതറിച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവ് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു? ഈ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം ഇങ്ങനെ ആരും പ്രസംഗം അവസാനിപ്പിക്കാറില്ല. പൊതുവെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാറില്ല. പക്ഷെ നിങ്ങളൊരു എമർജൻസിയിലല്ല ഇരിക്കുന്നത്, അതൊക്കെ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇതിന്റെ ഉത്തരം കണ്ടെത്തിയില്ലെങ്കിലും കർത്താവ് വരുമ്പോൾ നമുക്ക് രാത്രി പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇഫ് യു ആർ ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ചവരാണ്, യേശുക്രിസ്തുവിന്റെ ആത്മാവിലുള്ള ജീവൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനുവേണ്ടി കർത്താവിനോട് യാചിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങൾ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കാം, ആലോചിക്കാം, എന്താണ് കർത്താവിന്റെ ജീവന് നമുക്ക് ഭയപ്പെടാനായിട്ടുള്ളത്? ഭയം എന്നുള്ളതിനേക്കാളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ് ആത്മാവ് തരുന്ന ജീവനിലുള്ളത്? എന്തുകൊണ്ടാണ് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കി? ചില ആൾക്കാർക്കെങ്കിലും ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അതിനോട് ശത്രുതയുള്ളത്? വൈ? ലെറ്റ്സ് സീ ദാറ്റ് ടുമോറോ. ഓക്കെ, ഈ ഒരു ചോദ്യം ഞാൻ വെച്ചത് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് ആവർത്തിക്കാം. അവനെ ആത്മാവിൽ നമസ്കരിക്കുവാൻ നമ്മൾ ആത്മസ്വഭാവമുള്ളവരായിരിക്കണം, ആത്മാവിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായിരിക്കണം, ശരീരത്തെ യാഗമാക്കുന്ന ആ അനുസരണത്തിന്റെ യാഗമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കണം. അങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിച്ചാൽ മാത്രമേ ജീവനുള്ള ആരാധനയായി മാറുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ കോമൺ റെവലേഷന്റെ അടിസ്ഥാനത്തിൽ ആ മലയിലോ ഈ മലയിലോ ആരാധിക്കുന്ന പോലെ ഫിസിക്കൽ അല്ലെങ്കിൽ തിങ്സ് വെച്ചുള്ള പഴയ നിയമ സിസ്റ്റം അനുസരിച്ച് ഹൃദയനുറുക്കമില്ലാതെ ഇത്രത്തോളം നടത്തി എന്നൊക്കെ പറഞ്ഞു കോമൺ വർഷിപ്പ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം നടത്തിയാൽ നന്ദി പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവർ തന്നെയാണ്. പക്ഷെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നത്, പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് മുഴുവൻ ബേസ്ഡ് ഓൺ ദാറ്റ് കവനന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കവനന്റിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഓക്കെ, ആ ഒരു വർഷിപ്പിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ ജീവനെ അറിയണം, അവന്റെ ജീവനാൽ ജീവിക്കപ്പെടണം, അവന്റെ ആത്മാവിനെ പ്രാപിച്ചവരാകണം, അവന്റെ സത്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കണം. എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു ആരാധനയിലേക്ക് പോകാൻ കഴിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ജീവൻ ഒരിക്കലും ദാഹിക്കാത്ത, ഒരിക്കലും ഞങ്ങൾക്ക് ലോകത്തോട് മോഹം തോന്നാത്ത, ഒരിക്കലും അങ്ങേ വിട്ട് എങ്ങും പോകാത്ത, പത്രോസ് പറഞ്ഞ പോലെ കർത്താവെ ജീവന്റെ മൊഴികൾ, ശമര്യക്കാരി അനുഭവിച്ച പോലെ ജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ മൊഴികൾ, ആ വചനം, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം വീണ്ടും വീണ്ടും കേട്ട് കർത്താവെ അതിൽ സന്തോഷിക്കുവാൻ, നിങ്ങൾ വേറെ ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ വിശുദ്ധീകരണം അനുഭവിക്കുവാൻ, അങ്ങയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധീകരണത്തിന്റെയും അങ്ങയുടെ ജീവന്റെയും സമൃദ്ധിയിലേക്ക് ഞങ്ങളിവിടെ നയിക്കണം. അങ്ങയുടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ